الحمد لله الذي وعد من حفظ الأمانة ورعاها أجرا جزيلا ثم خصص بعض عباده باليسر والغنى وأشهد أن لا إله إلا الله وحده لا شريك له جعل الحياة الطيبة والجزاء الحسن لمن وحده واتقاه وأشهد أن سيدنا ونبينا ومولانا محمدا عبد الله ورسوله الذي أقام منار الإسلام بعد الدثور صلى الله على محمد وعلى آله وأصحابه وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون بارك الله لنا ولكم في القرآن العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സ്നേഹമുള്ള ഉമ്മപെങ്ങന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചു കൂടിയതുപോലെ നാളെ നമ്മെ അവന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ, ഫായിസീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ വിനീതൻ ഇവിടെ വരാനും നിങ്ങളെ കൂടി ഒന്ന് അഭിസംബോധന ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അതിനെ ആദ്യമായി പടച്ചവനെ ഞാൻ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.
മക്കത്തുൽ മുകറമ ഇസ്ലാമിക് ലൈബ്രറിക്ക് വേണ്ടി ഇവിടെ വരികയും അതിനുവേണ്ടി സ്ഥലവും എന്തായാലും അൽഹംദുലില്ലാഹ് അതിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അല്പസമയം സംസാരിക്കാൻ തൗഫീഖ് തന്ന അള്ളാഹുവിന് സകല സ്തുതി. രണ്ടാമത് ഇതിന് സൗകര്യമൊരുക്കി തന്ന സംഘാടകർക്കും ബഹുമാനപ്പെട്ട സഫറുല്ലാഹ് ഉസ്താദ് അവർക്കും അള്ളാഹു അർഹമായ കൂലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, വിശ്വാസികളുടെ വിശേഷണങ്ങൾ, അതാണ് ഞാൻ ഈ 2-3 ദിവസം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിഫാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ വിശേഷണങ്ങൾ. നമ്മളെല്ലാം വിശ്വാസികളാണല്ലോ, നമ്മളെല്ലാം മുഅ്മിനീങ്ങളാണല്ലോ. അള്ളാഹു അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ ധരിക്കുന്ന ഒരു ധാരണയാണ്, നമസ്കാരം നിലനിർത്തുന്ന ആള് ഞാൻ നിസ്കാരമുണ്ട് അതുകൊണ്ട് ഞാൻ മുഅ്മിനാണ്. നോമ്പ് പിടിക്കുന്നു, ഞാൻ നോമ്പ് പിടിക്കുന്നു, ഞാൻ മുഅ്മിനാണ്. ഹജ്ജ് ചെയ്യുന്നു, ഞാൻ മുഅ്മിനാണ്. സദഖ ചെയ്യുന്നു, ഞാൻ മുഅ്മിനാണ്. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വന്തമായി ഗണിച്ച് ഞാൻ വിശ്വാസിയാണ്, മുഅ്മിനാണ് എന്ന് കരുതി കഴിയുന്നവരാണ് നമ്മളെല്ലാവരും, ഈ പറയുന്ന ഞാനടക്കം. എന്നാൽ യഥാർത്ഥ വിശ്വാസി ആരാ? അത് അള്ളാഹ് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞു തരുമ്പോ ആ ഇനത്തിൽ പെട്ടവരാണോ? ഞാൻ MA എടുത്തവനാണ്, BA എടുത്തവനാണ്, MBA എടുത്തവനാണ്, MTech എടുത്തവനാണ്, MPhil കാരനാണ്, പറഞ്ഞത് കൊണ്ടാവോ? പറഞ്ഞത് കൊണ്ടാകൂലല്ലോ. ഒരാൾ MTechോ MBAയോ MSCയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത് കൊണ്ട് പോരാ, അത് പഠിച്ച് അതിന്റെ ഡിഗ്രി, അതിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണം. ചിലപ്പോ അതിന്റെ പേരിൽ ഇന്റർവ്യൂ ഉണ്ടാവും, അതിൽ പാസ്സായിരിക്കണം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കും അവനോട്, അപ്പോൾ അതിന്റെ മറുപടി പറഞ്ഞിരിക്കണം. ഹാഫിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആൻ മനഃപ്പാഠമാക്കിയവൻ, ഖുർആനിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അത് അവന് മറുപടി പറയണം. അതിന്റെ ആയത്തുകൾ ചോദിക്കുമ്പോൾ മറുപടി പറയണം. ആലിം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ മസാലകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണം. ഇതേപോലെ ഏത് മേഖല എടുത്താലും അതിനെല്ലാം ഒരു സബബ്, ഒരു കാരണങ്ങളുണ്ട്. ആ ക്വാളിറ്റി, ആ ക്വാളിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ആ പേരിന് അർഹതയുള്ളൂ. അതുകൊണ്ട് ഞാനും നിങ്ങളും വാദിക്കുന്നു, നമ്മളെല്ലാം വിശ്വാസികളാണ്, മുഅ്മിനീങ്ങളാണ്. ശരി തന്നെയാണ്. കാരണം എന്താ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ കൽപ്പനകൾ, നമ്മളോട് നൽകുന്ന ഓരോ കൽപ്പനകളും അല്ലാഹു തആല പറയുന്നത് ആരോടാണ്? വിശ്വാസി സമൂഹത്തോടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ മഅസ്സാദിഖീൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. يا أيها الذين آمنوا لا يسخر قوم من قوم عسى يكونوا خيرا منهم. എണ്ണിയാൽ തീരൂല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നൽകുന്ന ഉപദേശം ആരെ വിളിച്ചിട്ടാ? യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഏ വിശ്വാസികളെ, ഏ വിശ്വാസികളെ, ഏ വിശ്വാസികളെ. എല്ലാരെയും വിളിച്ച് അള്ളാഹ് പറയാണ്. പക്ഷെ ആ വിശ്വാസി ആരാ? എന്താ ക്വാളിറ്റി? അവരുടെ ഡിഗ്രി എന്താ? ഇത് ഞാനോ നിങ്ങളോ തീരുമാനിച്ചാ പോരാ, ഊപ്പർവാല തീരുമാനിക്കണം, അള്ളാഹ് തീരുമാനിക്കണം. അതെവിടെയുണ്ട്? അതെങ്ങനെ അറിയാൻ പറ്റും? പരിശുദ്ധ ഖുർആൻ തുറന്നു. ഖുർആനിന്റെ ഉടമസ്ഥനായ അള്ളാഹു പറയുന്നുണ്ട് വിശ്വാസികൾ ആരാണ്, അവരുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ആ വിശേഷണങ്ങൾ പൂർത്തിയായവർക്ക് മാത്രമേ എന്റെ അടുക്കൽ സ്ഥാനമുള്ളൂ. പരിശുദ്ധ ഖുർആനിന്റെ 6000-ൽ പരം ആയത്തുകളിലും 114 അധ്യായങ്ങളിലുമായി 30 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സൂറത്തുകളിലൂടെ 30 വിശേഷണങ്ങളാണ് വിശ്വാസികളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. 30 വിശേഷണങ്ങൾ. ഈ 30 വിശേഷണങ്ങൾ ഏതൊരു വ്യക്തിയിലുണ്ടോ അവനാണ് യഥാർത്ഥ വിശ്വാസി. ഡിഗ്രി എടുത്തു, അത് എത്ര വർഷം കൊണ്ടെങ്കിലും നിങ്ങൾ ഇത് പഠിച്ച് മനസ്സിലാക്കി പ്രാപ്തരായി
ഇതിന്റെ അവകാശികളായി മാറിയാൽ അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്താ? അവരാണ് വിജയിച്ചത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلاتهم يحافظون أولئك هم الوارثون. അള്ളാഹു 10 കൂട്ടം മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുക ഒരു ആയത്തിലൂടെ, ഒരു സൂറത്തിലൂടെ. വിശേഷണങ്ങളൊക്കെ പറഞ്ഞുതരാം. മറ്റൊരു സൂറത്തിലൂടെ അള്ളാഹു പറയും, ഇത് സൂറത്തുൽ മുഅ്മിനൂൻ. മറ്റൊരു സൂറത്തിലൂടെ അള്ളാഹു പറയുന്നു, സൂറത്തുൽ അഹ്സാബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ ഖാനിതീന വൽ ഖാനിതാത് والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. സൂറത്തുൽ അഹ്സാബിലൂടെ 10 വിശേഷണങ്ങൾ. അപ്പൊ 20 ആയി. സൂറത്തു തൗബ. التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. 30 വിശേഷണങ്ങൾ. വിശ്വാസികളുടെ വിശേഷണങ്ങൾ ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കണം. ഇനിയിപ്പോ വിശേഷണങ്ങൾ ഞാൻ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ട് പോകാം. നിങ്ങൾ ലൈബ്രറി ഒക്കെ ഇപ്പൊ ഓപ്പൺ ആയല്ലോ. അപ്പൊ അതിന്റെ ആയത്തുകളും കിതാബുകളും ഹദീസുകളും ഒക്കെ എടുത്തു വെച്ച് പഠിച്ച് ഈ 30 വിശേഷണങ്ങൾ എനിക്കുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കാനുള്ള നല്ല അവസരം അല്ലാഹ് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് സൂറത്ത് തൗബ മുതൽ തുടങ്ങാം.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പറയുന്ന 10 കൂട്ടം കാര്യങ്ങൾ, അവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിശ്വാസിയാകാൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അല്ലാഹു പറയുന്നത് തൗബ ചെയ്യുന്നവർ, തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിക്കുന്നവർ. ഒന്നാമത്തെ പോയിന്റ്. പശ്ചാത്തപിച്ചവർക്കുള്ള അടുത്ത പണി എന്താ? ഒരാള് ഒരു മുസ്ലിമായ സഹോദരൻ അവൻ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള ആദ്യത്തെ പടി അവൻ പശ്ചാത്തപിക്കലാണ്. ഇപ്പൊ ഒരു മുസ്ലിം ആകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എന്താ? ഷഹാദത്ത് കലിമ ചൊല്ലുക. ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ കഴിഞ്ഞ ഷിർക്കിന്റെ കുഫറിന്റെ എല്ലാം അള്ളാഹു താല മായ്ച്ചു കളഞ്ഞു. പിന്നെ അവൻ പുതിയൊരു ജീവനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാപം ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി ഇനി എനിക്ക് അള്ളാഹുമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആദ്യമായി അവൻ ചെയ്യേണ്ടത് തൗബ. എങ്ങനെയെന്ന് വിശദീകരിച്ചു തരാം. തൗബ കഴിഞ്ഞോ? ഇത് ഒന്നാമത്തെ ക്ലാസ് ആണ്. അത് കഴിഞ്ഞാൽ ആ തൗബ കഴിഞ്ഞവരുടെ പണിയാണ് അവരാണ് ഇബാദത്തിലേക്ക് കടക്കേണ്ടത്. തൗബ ചെയ്തവർക്കുള്ളതാണ് ഇബാദത്ത്, ആരാധന. അല്ലാതെ ചുമ്മാ സാദാ സീതാ പോയിട്ടൊന്നും കയ്യും കെട്ടി അള്ളാന്റെ മുന്നിക്ക് വിലക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് വലിയ പുണ്യമൊന്നുമില്ല. മനസ്സിലാക്കണം, തൗബ ചെയ്തിട്ട് ഇബാദത്തിലേക്ക് വാ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സ്തുതിക്കുക അള്ളാഹുവിനെ. നമസ്കാരം അങ്ങനെയാണല്ലോ. കൈ കെട്ടി കഴിഞ്ഞാൽ ഉടനെ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അഖില ലോകങ്ങളുടെ രക്ഷിതാവായ തമ്പുരാനെ, നിനക്കാണ് നിഖില സ്തുതി, നിനക്കാണ് അഖില സ്തുതി, നിനക്കാണ് സങ്കീർത്തനങ്ങൾ, നിനക്കാണ് പ്രകീർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്, പടച്ചവനെ സ്തുതിക്കുകയാണ്. അത് നമസ്കാരത്തിലൂടെയാണ്. വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാഹ്, തുമ്മിയാലും അൽഹംദുലില്ലാഹ്, ഒരു സന്തോഷ വർത്തമാനം കേട്ടാലും അൽഹംദുലില്ലാഹ്, ഭക്ഷണം കഴിച്ചു വയറ് നിറഞ്ഞു അൽഹംദുലില്ലാഹ്. ഇതാരുടെ ജോലിയാ? ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ സ്തുതിക്കാൻ തയ്യാറാകുന്നവർക്കുള്ള അടുത്ത പണിയാണ് ഇബാദത്തിലൂടെ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത്. ഇനി എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹെ ആരാധിക്കാം, സ്തുതിക്കാം. നോമ്പ് പിടിച്ചുകൊണ്ട് അള്ളാഹെ സ്തുതിക്കാം. അത് ഓരോന്നും വിശദീകരിക്കണം, അല്ല ചുമ്മാ ഞാൻ ഇങ്ങനെ ഒരു അർത്ഥം ഇങ്ങനെ പറഞ്ഞു വേണം. അതിലൂടെ സ്തുതിക്കാം. പിന്നെ റുക്കൂ ചെയ്ത് സ്തുതിക്കാം. റുക്കൂയിൽ, എപ്പോഴും റുക്കൂയിലൂടെ. അതെങ്ങനെയൊക്കെയായിരുന്നു എന്ന് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. സുജൂദ്. ഈ ഇബാദത്ത്, നമസ്കാരം നിലനിർത്തിയവരുടെ അടുത്ത പണി എന്തെന്നറിയോ? തൗബ ചെയ്തവർ, തൗബ ചെയ്ത അടുത്ത പണി എന്താ? ഇബാദത്ത്. ഇബാദത്ത് എന്ന് പറയുന്നത് എങ്ങനെ? സ്തുതിക്കുക, റുക്കൂ ചെയ്യുക, നോമ്പ് പിടിക്കുക, സുജൂദ് ചെയ്യുക. ഇവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയോ? അടുത്തത് നന്മ ഉപദേശിക്കുക. ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തവർക്ക് ഈ നന്മ ഉപദേശിക്കാനോ തിന്മയെ വിട്ട് തടയാനോ അവരെ കൊണ്ട് കഴിയില്ല, പറ്റേയില്ല. ഈ ക്വാളിറ്റി ഉള്ളവരാണ് ആ പോയിന്റിലേക്ക് എത്തേണ്ടത്. അമറൂന ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക, തിന്മയെ വിട്ട് തടയുക. അങ്ങനെ നന്മ ഉപദേശിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ഇവൻ മാനിക്കാനും പാലിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകും. അതാണ് അള്ളാഹ് പറയുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകളെ, അവന്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് മോഷ്ടിച്ചാൽ അവന്റെ ശിക്ഷ എന്താണ്? വ്യഭിചരിച്ചാൽ അവന്റെ ശിക്ഷ എന്താണ്? കള്ളം പറഞ്ഞാൽ അവന്റെ ശിക്ഷ എന്താണ്? ഖദ്ഫ്, ഒരാളെ ആരോപിച്ചാൽ അവന്റെ ശിക്ഷ എന്താണ്? ഈ വിഷയങ്ങളെ കുറിച്ച് പരിപൂർണമായ നിലയിൽ അവർക്കൊരു ഉത്ബോധനം നൽകുക, അതിനെ പാലിക്കുക. എങ്കിൽ അടുത്ത പടി 10-ാമതായി അള്ളാഹു പറയുന്നു, ഈ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കൂ നബിയേ. ഇവരാണ് വിശ്വാസികൾ. ഓരോരുത്തരിന് ഞാൻ പറയുന്നത് പരിശോധിക്കണം, ഈ പറഞ്ഞതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന്.
ഒന്നാമത്തെ പടി തൗബ, അത്തായിബൂൻ. അത് നമുക്കിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യാം, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ, ഓരോന്ന് പടിപടിയായിട്ട് പോകട്ടെ. തൗബ തൗബ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? തൗബ തൗബ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തൗബ ചെയ്യും ഉസ്താദ്, എല്ലാ വർഷവും തൗബ ചെയ്യും, ഞാൻ തൗബ ചെയ്യും എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അള്ളാഹു അമലുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യ പടിയായി അള്ളാഹു നമ്മളോട് പറഞ്ഞത് അത്തായിബൂൻ, തൗബ ചെയ്യുന്നവർ, പശ്ചാത്തപിക്കുന്നവരായാൽ മാത്രമേ നിങ്ങളുടെ ഇബാദത്ത് ഞാൻ സ്വീകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മാത്രമല്ല പ്രവാചകന്മാരോട് പോലും എല്ലാവരോടും തൗബ ചെയ്യാൻ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും തൗബ ചെയ്തിട്ടുണ്ട്, എല്ലാരും തൗബ ചെയ്തിട്ടുണ്ട്. തൗബ ചെയ്യാൻ ആദ്യം അള്ളാഹുവിന്റെ കൽപ്പന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. അവർ രണ്ടുപേരും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ താമസിക്കാനുള്ള അവസരം നൽകി. യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന ഫകുലാ മിൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين. ആദമേ, നിങ്ങൾ രണ്ടുപേരും താമസിച്ചു സ്വർഗത്തിൽ, പക്ഷെ ഇന്ന വൃക്ഷത്തിന്റെ അരികിലേക്ക് നിങ്ങൾ അടുക്കരുത്. അങ്ങനെ അടുത്തുപോയാൽ നിങ്ങൾ രണ്ടുപേരും അക്രമികളായി പോകും. പക്ഷെ എന്ത് ചെയ്യാൻ? നമ്മളൊക്കെ ഉണ്ടാകണമല്ലോ. പിശാചിന്റെ പ്രേരണയാൽ ഹവ്വാ ബീവിയെ വലയിലാക്കി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും രണ്ടുപേർക്കും കൂടെ ആ ഭക്ഷണത്തിൽ പങ്കാളികളായി രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് അയച്ചു. സസ്പെൻഡ് ചെയ്തു, ഡിസ്മിസ് ചെയ്തില്ല, സസ്പെൻഡ് ചെയ്ത് ദുനിയാവിലേക്ക് സ്വർഗത്തിൽ നിന്ന് വിട്ടോളാൻ പറഞ്ഞു. فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വണ്ടി വിട്ടോ, എന്റെ നിയമനിർമ്മാണങ്ങളെ പാലിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചാൽ അവർക്ക് ദുഃഖവും വേണ്ട, പ്രയാസം വേണ്ട, എന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബീവി ഹവ്വായെയും അല്ലാഹു ഈ ദുനിയാവിലേക്ക് വിന്യസിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ബീവി ഹവ്വായും കണ്ടത് അന്ധകാര നിബിഡമായ ഒരു ലോകമായിരുന്നു. ഈ അന്ധകാര നിബിഡമായ ഇരുണ്ട യാമത്തിൽ നിന്നുകൊണ്ട് രണ്ടുപേരും പടച്ച തമ്പുരാനോട് തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. ഒരു നേരമല്ല, ഒരു വഖ്തല്ല, ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 100 വർഷത്തോളം രാപകലെന്നില്ലാതെ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചുവത്രേ. ആദമിന്റെ തൗബ, ഹവ്വാ ബീവിയുടെ തൗബ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി തരികയാണ്. റബ്ബനാ വലംനാ أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് ആദം നബിയോട് കൽപ്പിച്ചു, ആദമേ, ഇന്ന വൃക്ഷത്തിന്റെ അരികിലേക്ക് നീ അടുക്കരുത്, അങ്ങനെ അടുത്താൽ ഫതകൂനാ മിനൽ ളാലിമീൻ, നിങ്ങൾ അക്രമികളായി പോകുമെന്ന് അല്ലാഹു വാണിംഗ് നൽകിയെങ്കിൽ ആ താക്കീദിനെ മാനിക്കാതെ വന്നപ്പോൾ അതേ വാക്കെടുത്തു വെച്ചുകൊണ്ടാണ് ആദമും ഹവ്വയും പടച്ചവനോട് തൗബ ചെയ്തത്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംനാ, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു പോയി, അൻഫുസനാ, ഞങ്ങളുടെ സ്വന്തത്തോട് അക്രമം കാട്ടി നാഥാ, വഇല്ലം തഗ്ഫിർ ലനാ, നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, വതർഹംനാ, നീ ഞങ്ങൾക്ക് കരുണ ചെയ്തില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി പോകും അല്ലാഹ്. ഒരു ദിവസമല്ല, പല ദിനരാത്രങ്ങളിൽ ബഹുമാനപ്പെട്ട ആദമും ഹവ്വായും അല്ലാഹുവിനോട് തൗബ ചെയ്തുവെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അതാ അല്ലാഹു ആ തൗബ സ്വീകരിക്കുകയാണ്. ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗബ ചെയ്തപ്പോൾ, പശ്ചാത്തപിച്ചപ്പോൾ അല്ലാഹു തആല ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും ആദം അത് ഏറ്റുപറയുകയും ആദമിന്റെ തൗബയെ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അന്ധകാരത്തെ പരിപൂർണമായി മാറ്റിക്കൊണ്ട് അല്ലാഹുവിന്റെ മഹത്തായ അനുവാദത്തോടെ, അവന്റെ ഓശാരത്തോടെ, അവിടെ അല്ലാഹുവിന്റെ ഫضലോടുകൂടി നല്ല വെളിച്ചം നൽകി അവരെ അല്ലാഹു അനുഗ്രഹിച്ചു അത്രേ. ഉടൻ തന്നെ ആദം അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് സുജൂദ് ചെയ്തു. അപ്പൊ ആദമും തൗബ ചെയ്തു. മനുഷ്യകുലത്തിന്റെ നേതാവ്, മനുഷ്യകുലത്തിന്റെ പിതാവാണ്. പക്ഷെ അവിടെ തൗബ ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന ദുആ, റബ്ബനാ ലലംന. പക്ഷെ നമ്മളിന്ന് റബ്ബനാ ലലംന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ. എന്താ അതിന്റെ അർത്ഥം? എത്ര ഗൗരവമേറിയ വിഷയം അത്, എത്ര ഗൗരവം. ആരെങ്കിലും ആത്മാർത്ഥതയോടുകൂടി അല്ലാഹ് എന്റെ സ്വന്തത്തോട് ഞാൻ അക്രമം ചെയ്തു പോയി, നമ്മളിപ്പോ കരുതുന്നുണ്ടായിരിക്കും അള്ളാഹ് നമ്മുടെ അടുത്ത് തിന്നരുതെന്ന് പറഞ്ഞൊന്നും തിന്നുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അക്രമം ചെയ്യും? നമ്മൾ ചെയ്യുന്നത് മൊത്തം അള്ളാഹ് കിട്ടപ്പെടാത്തതാണ്. നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ പറഞ്ഞു തരാം. ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, തിന്നുന്നത്, കുടിക്കുന്നത്, ജോലി ചെയ്യണത്, കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കണത് എല്ലാം ഹറാമിന്റെ അംശങ്ങളുണ്ട്. അതൊക്കെ ഓരോന്ന് വിശദീകരിക്കുമ്പോൾ നമ്മൾ ആ റൂട്ടിലേക്ക് പോകേണ്ടി വരും. നമ്മൾ കിടന്ന് ദുആ ചെയ്യുന്നു സ്വീകരിക്കുന്നില്ല. ഭയങ്കര ദുആ. ഞാനടക്കം നിങ്ങളടക്കം എല്ലാവരും ദുആ ചെയ്യുന്നു, പൊട്ടിക്കരയുന്നു, നിലവിളിക്കുന്നു, ലൈറ്റ് അണച്ചിട്ട് ദുആ ചെയ്യുന്നു, നിന്നിട്ട് ദുആ ചെയ്യുന്നു, തുള്ളിയിട്ട് ദുആ ചെയ്യുന്നു, ചാടി ദുആ ചെയ്യുന്നു, അലറി ദുആ ചെയ്യുന്നു. പക്ഷെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എന്തേ നടക്കാത്തത്? നിങ്ങളൊന്ന് ആത്മപരിശോധന നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയും ദുആ ചെയ്തിട്ട് ദുആ സ്വീകരിക്കാത്തത് എന്താ? പക്ഷെ അള്ളാഹ് സ്വീകരിക്കാതിരിക്കും. അള്ളാഹ് പറഞ്ഞ എന്താ? നിങ്ങൾ എന്നോട് ദുആ ചെയ്ത് ഞാൻ നിങ്ങളെ ദുആ സ്വീകരിക്കാം. وقال ربكم ادعوني استجب لكم. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം. അള്ളാഹു വഅദ ലംഘിക്കുകയില്ല. അള്ളാഹ് വാക്ക് പാലിക്കുന്നവനാണ്. ആ വാക്കിൽ ഒരു കുറവും അവൻ വരുത്തുകയില്ല. പക്ഷെ എന്തേ നമ്മുടെ കാര്യങ്ങൾ നടക്കാത്തത്? എന്തേ ദുആ സ്വീകരിക്കാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു ആത്മപരിശോധന നടത്തി. എന്താണ് അസുഖം മാറാത്തത്? പല ഡോക്ടറെയും പോയി കണ്ടല്ലോ, എന്തേ മാറാത്തത്? ചിന്തിക്ക്. നമ്മുടെ ഭാഗത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, അസുഖം മാറാത്തത്. എന്നിട്ട് ചികിത്സയിൽ എവിടെയോ ഒരു ന്യൂനത, ഒരു പാളിച്ച വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അങ്ങനെ ആത്മപരിശോധന നടത്തിയാൽ നമുക്കത് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തുമ്പോൾ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. എന്തിനാ ദുആ? എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കണം, അതിനുവേണ്ടി അങ്ങ് ഒന്ന് ദുആ ചെയ്യണം. യാ റസൂൽ ഖുൽതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ ലീ അയ്യജഅലനി മുസ്തജാബദ് ദഅവ. നബിയേ, എന്റെ ദുആ ഒന്ന് സ്വീകരിക്കാൻ അങ്ങ് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കൂ. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയെ. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഉദ്ഉല്ലാഹ ലീ, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. എന്താണ്? എന്താവശ്യത്തിനാണ്? വീട് വെക്കണം, കടം മാറണം, അസുഖം മാറണം, അതിനൊന്നുമല്ല. പിന്നെന്തിനാ? അയ്യജഅലനി മുസ്തജാബദ് ദഅവ, എന്റെ ദുആ അല്ലാഹ് സ്വീകരിക്കണം. ഞാൻ എപ്പോ ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കണം. അങ്ങനെ മുസ്തജാബദ് ദഅവ ആയ ഒരാളായി മാറണം. അതുകൊണ്ട് അതിനു വേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യണം എന്ന് റസൂലുള്ളാഹി തങ്ങളോട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. നമ്മുടെ കൈക്ക് പിടിച്ചപ്പോ എല്ലാരും പറയുന്നല്ലോ, ഉസ്താദ് ദുആ ചെയ്യണം ഉസ്താദ്. അപ്പൊ നമ്മളെന്താ പറയാ? ശരി ശരി ഇൻഷാ അല്ലാഹ്. മുസ്ലിയാരുടെ ദുആയുടെ കാര്യം കഷ്ടം. നമ്മുടെ കൈക്ക് പിടിച്ചിട്ടെല്ലാവരും ദുആ ചെയ്യണേ. ഓ ശരി, ചെയ്തേക്കാം. ചെയ്യണേ? ഓ ചെയ്തേക്കാം. എല്ലാരും പറയല്ലോ. നബിതങ്ങളുടെ കൈക്ക് പിടിച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബി എന്ന് പറഞ്ഞപ്പോ നബി എന്താ മറുപടി നൽകിയത്? ശരി, ഓക്കെ, എന്നാ അനസ് പോയിക്കോ, ഞാൻ ദുആ ചെയ്തോളാം. പറഞ്ഞോ? ഇല്ല. അതാണ് പോയിന്റ്. യാ അനസോ, ഓ അനസേ, അതിബ് കസ്ബക് തുജബ് ദഅവതുക്. ഒരേ ഒരു പോയിന്റാണ് ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. ലോക വിശ്വാസികളെ നിങ്ങളോടും പറയുന്നത്, ഏ അനസേ, അതിബ് കസ്ബക്, നിന്റെ സമ്പാദ്യം നീ നന്നാക്കിക്കൊള്ളുക. തുജബ് ദഅവതുക്, നീ ഉയർത്തുന്ന കൈകളൊന്നും അല്ലാഹു തട്ടിക്കളയുകയില്ല. പിന്നീട് നബിതങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഫൈനർ റജുലൽ മുഅ്മിന
ليرفع اللقمة من الحرام إلى فيه فلا يستجاب له دعوة 40 ليلة. ഒരു വിശ്വാസിയായ സഹോദരനോ വിശ്വാസിനിയായ സഹോദരിയോ ഹറാമിന്റെ വിഹിതത്തിൽ നിന്ന് ഒരംശത്തിൽ നിന്ന് അവന്റെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നോ അവന്റെ വസ്ത്രത്തിൽ നിന്നോ ഏത് തരത്തിലും ഏത് മേഖലയിൽ നിന്നുമാകട്ടെ അവൻ വായിലേക്ക് ഹറാമിന്റെ ഒരു പിടി ആഹാരം അവൻ ഉയർത്തിയാൽ ഫലാ യുസ്തജാബു ലഹു ദഅവത്തുൻ 40 ലൈല 40 ദിനരാത്രങ്ങളിൽ അല്ലാഹു അവന്റെ ഇബാദത്തുകളോ പ്രാർത്ഥനകളോ സ്വീകരിക്കുന്നതല്ല. ഹറാമിന്റെ ഒരു അംശം തിന്നാൽ 40 ദിവസം വരെ അതിന്റെ എഫക്റ്റ് വയറ്റി കിടക്കും. ഹറാമിന്റെ ഒരു അംശം വെള്ളം അടിച്ചാൽ 40 ദിവസം വരെ അതിന്റെ എഫക്റ്റ് കാണും. 40 ദിവസത്തിനകത്ത് അവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ അവന്റെ മയ്യത്ത് പോലും നിസ്കരിക്കരുതെന്നാണ്. മനസ്സിലായോ? ഗൗരവം അത്രയാണ്. ഞാൻ പറയല്ല, നിബിധങ്ങൾ പറയാ, ഹദീസ് പറയട്ടെ. അല്ലാതെ പറഞ്ഞു പോയാൽ മുസ്ലിയാരെന്താ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് എന്നെ വള്ളിയുടെമാരെ നിസ്കരിപ്പിക്കണ്ടായോ? നിസ്കരിപ്പിച്ചു, അത് വിഷയം വരെ. സല്ലു അലാ കുല്ലി ബർറിൻ വ ഫാജിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ലവരോടെയും മോശപ്പെട്ടവരുടെയും മയ്യത്ത് നിസ്കരിപ്പിച്ചു. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ആ ഗൗരവം എന്തെന്നറിയോ? ഒരുത്തൻ വിശ്വാസിയാവുകയില്ല എപ്പോൾ? മദ്യപിക്കുമ്പോൾ. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖുഹാ വഹുവ മുഅ്മിൻ. ഒരാൾ മദ്യപിച്ച അവസ്ഥയിൽ അവൻ വിശ്വാസിയാവുകയില്ല. വിശ്വാസിയായ ഒരാൾ പോലും മദ്യപിക്കുകയില്ല. ആരൊരാൾ മദ്യപിക്കുന്നുവോ അവന്റെ ഈമാൻ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുമത്രേ. ഇന്നൽ അബ്ദ ഇദാ സനാ ഔ ശരിബൽ ഖംറ നസഅ അല്ലാഹു മിൻഹുൽ ഈമാന കമാ യഖ്ലഉൽ ഇൻസാനു അൽ ഖമീസ മിൻ റഅസിഹി. ഒരാൾ വ്യഭിചരിക്കുമ്പോൾ, ഒരാൾ മദ്യപിക്കുമ്പോൾ, ഒരാൾ മോഷ്ടിക്കുമ്പോൾ എങ്ങനെയാണോ ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം അവന്റെ തലയിലൂടെ അഴിച്ചു മാറ്റുന്നത്, അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ഖമീസ് അവന്റെ ജുബ്ബ അവൻ തലയിലൂടെ അഴിച്ചു മാറ്റുന്നത്, ഇതേപോലെ ഹറാമായ അവസ്ഥയിലൂടെ കഴിക്കുകയും തിന്നുകയും ചെയ്യുന്ന ഒരു വ്യക്തി അവൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവൻ ഹറാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഈമാനിനെ അല്ലാഹു പറിച്ചെടുക്കുമത്രേ. അപ്പൊ വിശ്വാസി അല്ല എന്നർത്ഥം. വിശ്വാസി അല്ലാത്തവർക്ക് എങ്ങനെയാ മയ്യത്ത് നിസ്കരിക്കുക? അതാണ് ഹുക്കുമ്. സിന ചെയ്യുമ്പോൾ ഒരുത്തൻ എന്താ? വിശ്വാസിയല്ല. സിന ചെയ്തുകൊണ്ടിരിക്കുന്ന, ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു, വിശ്വാസിയല്ല. കാരണം എന്താ? മുഅ്മിനായവൻ വിശ്വാസത്തോടുകൂടി വ്യഭിചരിക്കുകയില്ല. വ്യഭിചരിക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുമ്പോൾ മലക്കൾ വന്ന് ഈമാൻ പറിച്ചങ്ങെടുക്കും, മാറ്റി നിർത്തും. അവന്റെ മുകളിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് ക്രൈനിൽ തൂക്കി ഇങ്ങനെ നിർത്തും. കാര്യപരിപാടിയെല്ലാം കഴിയുമ്പോൾ ക്രൈൻ കൊണ്ടുവന്ന് താഴെ വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിന് ഇടയ്ക്കെങ്ങാനും വെച്ച് ഇവർ മരിച്ചു പോയാൽ വിശ്വാസം നഷ്ടപ്പെട്ടു. അല്ലാഹു കാക്കട്ടെ. റബ്ബർ ഷീറ്റ് മോട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇശാസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ പോകുമ്പോ റോഡിന്റെ രണ്ട് സൈഡിലും കിടക്കുന്ന റബ്ബർ ആരുമില്ല, അറിയുന്നില്ല. അപ്പൊ അതൊക്കെ മോട്ടിച്ച് ഇങ്ങനെ പോക്കാര് സൈഡിൽ വെച്ച് ഇങ്ങനെ പെടുക്ക ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. സംഭവം പോയി. ഇശാക്ക് നിസ്കരിച്ച സംഭവമൊക്കെ ശരി തന്നെ. പക്ഷെ മോഷ്ടിക്കപ്പെട്ട സാധനം ബൈക്കിന്റെ പിറകെ ഇരിപ്പുണ്ട്. സാധനം വിശ്വാസമില്ലല്ലോ, വിശ്വാസം നഷ്ടപ്പെട്ടു. അള്ളാഹ് എടുത്തു കളഞ്ഞു. ആ മോഷ്ടിച്ച വസ്തു ഇരിക്കുന്നിടത്തോളം കാലം അത് എടുത്തു കളഞ്ഞു. മദ്യപിക്കുന്നു. മദ്യപാനിയായ സഹോദരൻ ഒരിക്കലും വിശ്വാസിയായിക്കൊണ്ട് അവൻ മദ്യപിക്കുകയില്ല. വിശ്വാസിയായിക്കൊണ്ട് മദ്യപിക്കുകയില്ല. അവൻ മദ്യം കുടിക്കുമ്പോൾ തന്നെ അവന്റെ ഈമാൻ മലക്കുകൾ പറിച്ചെടുത്ത് മാറ്റി നിർത്തും. അതിന്റെ എഫക്റ്റ് മാറിയാൽ മാത്രമേ അവനിലേക്ക് ആ ഈമാൻ അള്ളാഹു തിരിച്ചു കൊടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ സമയത്ത് അവൻ മരിച്ചുപോയാൽ അവനെ ജനാസ നമസ്കരിപ്പിക്കരുതെന്നും അവന് സലാം പറയരുതെന്നും ഒക്കെ പറയാനുള്ള കാരണം. ഹദീസ് കേട്ടോ, പറഞ്ഞുതരാം. അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. قال رسول الله صلى الله عليه وسلم لا تسلموا على شربة الخمر ولا تجالسوا على شربة الخمر ولا تعودوا مرضاهم ولا تشهدوا جنائزهم.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മദ്യപാനികൾക്ക് സലാം ചൊല്ലരുത്, മദ്യപാനികളോടൊപ്പം സഹകരിക്കരുത്, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്, അവരോടൊപ്പം കൂട്ടുകൂടരുത്. വലാ തഊദു മറളാഹും, അവർ രോഗികളായാൽ നിങ്ങൾ അവരുടെ രോഗസന്ദർശനം നടത്തരുത്. വലാ തശ്ഹദു ജനായിസഹും, അവർ മരണപ്പെട്ടു പോയാൽ ആ ജനാസയ്ക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കരുത്. കാരണം എന്താണ്? ഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ ഖൽബിഹി. നബി തങ്ങൾ പറയുകയാണ്, തീർച്ചയായും മദ്യപാനി ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവനെ ഹാജരാക്കപ്പെടുന്നത് ഏത് കോലത്തിലാണെന്നറിയുമോ? മുസ്വദ്ദൻ വജ്ഹുഹു, അവന്റെ മുഖം കറുത്ത് കരിവാളിച്ചിരിക്കുമത്രേ. യൗമ തബിയഉ വജൂഹു വതസ്വദ്ദു വജൂഹ് فأما الذين ابيضت وجوههم ففي رحمة الله هم فيها خالدون وأما الذين اسودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ രണ്ട് കൂട്ടരാണ് നിലനിൽക്കുക. ഒന്ന്, ഒരു കൂട്ടരുടെ മുഖം പ്രകാശിക്കുമത്രേ, പ്രകാശമാനമായിരിക്കുമത്രേ, ജ്യോതി കൊണ്ട്, ഓജസ് കൊണ്ടും തേജസ് കൊണ്ടും തിളക്കമുള്ളതായിരിക്കുമത്രേ. യൗമ തബിയല്ലു വജൂഹു വതസ്വദ്ദു വജൂഹ് ഫഅമ്മല്ലദീന ബിയല്ലതു വജൂഹും ഫഫീ റഹ്മത്തില്ലാഹ്. ഏതൊരു മുഖമാണോ നാളെ പ്രകാശിക്കുന്നത് ആ മുഖത്തിൽ അല്ലാഹുവിന്റെ കാരുണ്യം നിറഞ്ഞിരിക്കുമത്രേ. അതിലായിരിക്കും അവരെപ്പോഴും സ്വർഗവാസികളാണ്. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഅമ്മല്ലദീന സ്വദ്ദതു വജൂഹും, ആരുടെ മുഖമാണോ കറുത്ത് കരിവാളിച്ചു പോയത്, ആരുടെ മുഖമാണോ വിരൂപമുള്ളതായി മാറിയത്, ആരുടെ മുഖമാണോ വിവർണമായി പോയത്, അകഫർതും ബഅദ ഈമാനിക്കും, ഏ വിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ദുനിയാവിൽ നിങ്ങൾ വിശ്വസിച്ചവരായിരുന്നു, അല്ലാഹയെ ആരാധിച്ചവരായിരുന്നു. പക്ഷേ മദ്യപിച്ച കോലത്തിൽ മരണപ്പെട്ടപ്പോൾ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു കൽപ്പിച്ച കൽപ്പനകളിലേക്ക് നിങ്ങൾ വിഘാതം വരുത്തിയവരാണ്, അതിന് കളങ്കം സൃഷ്ടിച്ചവരാണ്. അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് എതിര് പ്രവർത്തിച്ചവരാണ്. ഫദൂഖൂ അൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. നിങ്ങൾ ഏതൊന്നിനെയാണോ നിരാകരിച്ചത്, ഏതൊന്നിനെയാണോ നിഷേധിച്ചത്, ഏതൊന്നിനെയാണോ പുച്ഛിച്ചു തള്ളിയത്, അക്കാരണത്താൽ നിങ്ങൾ ഈ ശിക്ഷ അനുഭവിച്ചു കൊള്ളുക. അങ്ങനെ രണ്ട് കൂട്ടരുടെ മുഖമാണ് നാളെ തെളിഞ്ഞു നിൽക്കുക. ഒന്ന്, കറുത്ത് കരിവാളിച്ചവരുടെ കൂട്ടം. ഈ കൂട്ടത്തിലാണ് നാളെ മദ്യപിച്ച് മരണപ്പെട്ടവർ വരിക, ഹാജരാക്കപ്പെടുക. ഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു, അവരുടെ മുഖം കറുത്തിരിക്കുമത്രേ. മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി, അവരുടെ നാവോ പേപ്പട്ടിയുടെ നാവ് പോലെ അവരുടെ നെഞ്ചിന് മീതെ ഇറങ്ങിക്കിടക്കുമത്രേ. യസീലു ലുആബുഹു, ആ നാവിന്റെ ഇരുവശങ്ങളിൽ നിന്നും ഈള ഒലിക്കുമത്രേ. പേപ്പട്ടിയുടെ നാവിൽ നിന്ന് ഈള ഒലിക്കുന്നത് പോലെ. യഖ്ദിറുഹു കുല്ലു മൻ റആ, ആരൊരാൾ കാണുന്നുവോ അവർ ശപിക്കും, അവർ ദുഷിക്കും, അവനെ പിരാകും. അവരുടെ അരികിലേക്ക് അവൻ അടുത്ത് ചൊല്ലുമ്പോൾ ദുർഗന്ധം അവരെ അസഹ്യപ്പെടുത്തുമത്രേ. ഉടൻ തന്നെ അവന്റെ ഈ പേക്കോലം കാണുമ്പോൾ ആ മഹ്ശറിന്റെ മൈതാനിയിൽ വിചാരണയ്ക്ക് നിൽക്കുന്നവർ മനസ്സിലാക്കും, അന്നഹു ശാരിബുൽ ഖംർ, ഇവൻ ദുനിയാവിൽ മദ്യപിച്ചവനാണ്, ഇവൻ ദുനിയാവിൽ കള്ളുകുടിച്ചവനാണ്, അതേ അവസ്ഥയിൽ മരണപ്പെട്ടവനാണ്. 40 ദിവസത്തിനകത്ത് തൗബ ചെയ്യാതെ മരിച്ചുപോയാൽ നാളെ നിന്റെ കോലവും ഈ കോലത്തിലായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വിശ്വാസമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവസ്ഥയാണിത്. വിശ്വാസം പോയി. അതുകൊണ്ടാണ് ഈ കോലത്തിൽ നാളെ വരുന്നത്. കാരണം എന്താ? ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ആരും മദ്യപിക്കുകയില്ല. അതിനകത്ത് കിടക്കുന്ന അംശം 40 ദിവസമാണ്. വല്ലപ്പോഴെങ്കിലും ഒരാള് സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മാത മുദ്മിനൻ ലിൽ ഖംറി കഅബിദില്ലാത വൽ ഉസ്സ. ആരാള് മദ്യപിച്ച് മരിച്ചുപോയോ അവൻ ആരെ പോലെയാണ്? കഅബിദില്ലാത വൽ ഉസ്സ. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും ആരാധിക്കുന്നവനെ പോലെയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹ് കാക്കട്ടെ. നബിതങ്ങൾ പറഞ്ഞ വാക്കായത്. മദ്യപിച്ച് മരിച്ചുപോയാള് കആബിദിൽ ലാത്ത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണ്. ഉടനെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത മുദ്മിനൽ ലിൽ ഖംറി ഹുവല്ലദീ ലാ യസ്തഫീഖു മിൻ ശുർബിഹാ. നബിയേ, അങ്ങീ പറഞ്ഞത് സ്ഥിരം കുടിയനെ കുറിച്ചല്ലയോ പറഞ്ഞത്? ഒരിക്കൽ പോലും മദ്യത്തിൽ നിന്ന് ഒഴിവാകാത്തവനെ കുറിച്ചല്ലയോ പറഞ്ഞത് എന്ന് നബി തങ്ങളോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്രേ, ലാ, അതല്ല സഹാബത്തെ, വലാകിൻ ഹുവല്ലദീ യശ്റബുഹാ ഇദാ വജദഹാ വലൗ ബഅദ സിനീൻ. കുറെ വർഷങ്ങൾക്ക് ശേഷം അവന് അല്പം കള്ള് കിട്ടി എന്നിരിക്കട്ടെ, ആ സന്ദർഭത്തിൽ കുടിച്ചിട്ടാണ് അവൻ മരിച്ചതെങ്കിലും അവൻ നാളെ ലാത്തയെയും ഉസ്സയെയും ആരാധിച്ചവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ പറഞ്ഞത്? ഒരാള് കള്ളു കുടിച്ചു, ഒരു 10-20 വർഷം വരെ കുടിച്ചു, 20 വർഷം കഴിഞ്ഞ് തൗബ ചെയ്തു. തൗബ ചെയ്ത് ഇബാദത്തുമായി ബന്ധപ്പെട്ടു. ഒരു 10-20 വർഷം വരെ മദ്യപാനി അല്ലാതെ ഇബാദത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടി. ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു പഴയ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നു, അതല്ലെങ്കിൽ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചു വന്നു. ഇവൻ ഇങ്ങനെ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ, അല്ല ഹസനാരെ, നിന്നെ കണ്ടിട്ട് കുറെ നാൾ, നമ്മള് പണ്ട്, അളിയ നീ എപ്പോ വന്നു? ഞാൻ പട്ടാളത്തിൽ നിന്നൊക്കെ വിരമിച്ചു എല്ലാം കഴിഞ്ഞ്. പണ്ട് ഇവര് റബ്ബറും തോട്ടത്തിൽ പാറപ്പുറത്ത് പോയിരുന്ന് വെള്ളം അടിച്ചവരായിരുന്നു. പക്ഷെ ഇവൻ ഈ തൗബ ചെയ്ത് ഹാജിയാരായതൊന്നും പട്ടാളക്കാരറിഞ്ഞില്ല. ഇയാൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് വരുന്ന വഴിയിൽ, അളിയ നല്ല സൂപ്പർ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു ഇത്തിരി തരാം. ചുമ്മാ ഞാൻ ജോസഫെ, ഞാനതെല്ലാം കളഞ്ഞതാണ്, ഞാനതെല്ലാം കളഞ്ഞു കുളിച്ച് ഇപ്പം ഞങ്ങള് പള്ളിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന. അയ്യ, അതിന് ഈ കർത്താവ് പോലും കുടിച്ചിട്ടുണ്ട്, നീ ഇത്തിരി കൂടി എന്നൊക്കെ പറഞ്ഞ് അവൻ 2 സുവിശേഷമൊക്കെ പറയുമ്പോഴതേ മൂപ്പിലാൻ അങ്ങ് വീഴും. 20 വർഷം തൗബ ചെയ്ത ആളാ. അവസാനം ഇയാൾ വിചാരിക്കും, എന്നാ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ എവിടെ സാധനം, അതിപ്പോ വീട്ടിൽ ഇരിപ്പുണ്ട്, രാത്രിയാകുമ്പോ ആരും കാണൂരല്ലോ, ഇത്തിരി കുടിച്ചിട്ട് കിടന്ന സുബൈ വാങ്ക് വിളിക്കുമ്പോ ലെക്കെല്ലാം കിടും. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക, അല്പം ഒരു ഇത്തിരി സ്കോച്ച്, ചെറിയ ഒരു ഇത്തിരി സാധനം കുറച്ച് കൊടുത്ത് കുടിക്കുക. പിന്നെ അവൻ കുടിക്കുന്നില്ല. ഇവനെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഈ 20 വർഷത്തിന് ശേഷം കുടിച്ച ഒരുവനാണെങ്കിൽ പോലും അവൻ ചത്തുപോയാൽ ആരെ പോലെയാണ്? കഅബിദില്ലാത്ത വൽ ഉസ്സ. നിങ്ങൾ വിചാരിക്കുന്ന മുഴുക്കുടിയന്മാരൊന്നുമല്ല, മുഴുക്കുടിയനൊന്നുമല്ല. വല്ലപ്പോഴും കിട്ടുന്ന ഒന്ന് കുടിച്ചാൽ മതി, വല്ലപ്പോഴും കിട്ടുന്നത് കുടിച്ചാൽ മതി. അപ്പൊ ഉസ്താദ്, ഈ ബിയറൊക്കെ അടിക്കാമല്ലോ, ഈ അത് ലക്കില്ലാത്തല്ലോ, അവനെ കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പൊ ചെറുപ്പക്കാരുടെ സാധനം അതൊന്നും ഉസ്താദന്മാരെ പോലും കുടിപ്പിക്കും കൊണ്ടുവന്നിട്ട്. ഉസ്താദ്, ഈ കല്ലിന്റെ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ, കിഡ്നിക്ക് അസുഖമൊക്കെ ഉണ്ടെങ്കിൽ, ഈ ചൂട് സമയത്ത് മൂത്രം പോകാൻ പറ്റിയ സാധനം ബിയർ. അത് ഹറാമല്ലേ? അതെങ്ങനെ ഹറാം? അതിനകത്ത് ഇതില്ല ഉസ്താദെ, ആൽക്കഹോളൊന്നും ഇല്ല. ഇത് അങ്ങനെ എല്ലാവരും ബേക്കറിയിലും കടകളിലൊക്കെ കിട്ടുന്ന സാധനം എല്ലാവർക്കും. കാരണം ഇതും നമ്മളെ കുടിപ്പിക്കാൻ വേണ്ടി മസാല അവന്മാർ നമുക്ക് പറഞ്ഞു തരിക. ഇത് രാത്രി ഉസ്താദ് കുടിച്ചിട്ട് കിടക്കുമ്പോഴത്തേക്ക് രാവിലെ സുബഹി 3 റക്അത്ത് നിസ്കരിക്കും, അറിയാതെ തന്നെ. ലക്കും കിക്കും ഒന്നും ഇല്ല എന്നൊക്കെ ഇവർ പറഞ്ഞാൽ തന്നെ സംഭവം ഇതാണ്. ഇനി ഇങ്ങനത്തെ സാധനം അടിച്ചാലോ? അവനെ കുറിച്ച് എന്താ നബി തങ്ങൾ പറഞ്ഞത്? قال رسول الله صلى الله عليه وسلم من شرب الخمر ولم يسكر. ഒരാൾ മദ്യപിച്ചു പക്ഷേ മദോന്മത്തനായില്ല.
സാധാ ബിയർ അടിച്ചു. പക്ഷേ അവന് ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല. ഉമ്മായെ കണ്ടപ്പോ ഉമ്മാന്ന് മനസ്സിലായി, പെങ്ങളെ കണ്ടപ്പോ പെങ്ങളാന്ന് മനസ്സിലായി, ഉപ്പായെ കണ്ടപ്പോ ഉപ്പാന്ന് മനസ്സിലായി. കറക്റ്റായി ശരിയായ ദിക്കിലൂടെ ബൈക്ക് ഓടിച്ചു കൊണ്ടുപോയി. ഒരു കുഴപ്പവുമില്ല. വലം യസ്കുർ, അവൻ മതോന്മത്തനായില്ല. എന്താ ഇവനെ കുറിച്ച് അല്ലാഹുവിന്റെ തീരുമാനം? 40 ദിനരാത്രങ്ങൾ അല്ലാഹു ഇവനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുമത്രേ. ഇവന്റെ മേൽ ഒരു കാരുണ്യവും അല്ലാഹു വർഷിക്കുകയില്ല. ഇവന്റെ ഒരു നമസ്കാരവും സ്വീകരിക്കുകയില്ല. ഇവന്റെ ദുആ അല്ലാഹു കബൂലാക്കുകയില്ല. ഇവനെ അല്ലാഹു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല, രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയില്ല. കാരണം എന്താണ്? ഇവൻ മദ്യപിച്ചു, പക്ഷേ മതോന്മത്തനായില്ല. 40 ദിവസക്കാലത്തോളം ഇതിന്റെ അംശം നിന്റെ ആമാശയത്തിൽ കിടക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചുവെങ്കിൽ ഈ 40 ദിവസത്തിനുള്ളിൽ പരിപൂർണമായി തൗബ ചെയ്താലല്ലാതെ കണ്ട് അല്ലാഹു തആല നിന്നിലേക്ക് കാരുണ്യം വർഷിക്കുകയില്ല. ഇപ്പൊ ബിയർ അടിക്കുന്നവന് മസലായോ? ബിയർ അടിക്കുന്നവന്. കാരണം വലം യസ്കുർ, ഇത് നബിതങ്ങൾക്കറിയാം. ഇങ്ങനത്തെ കുറെ പിള്ളാര് ഉണ്ടാകും ഒരു കാലഘട്ടങ്ങളിൽ. അവർ മസലായും ചമഞ്ഞോണ്ട് തന്നെയാണ് വരിക. അപ്പൊ അവർ ഈ പറയും. അപ്പൊ അതുകൊണ്ട് നബിതങ്ങൾക്ക് മനസ്സിലായി. അള്ളാന്റെ റസൂൽ നേരത്തെ പറഞ്ഞു, മൻ ശരീബൽ ഖംറ വലം യസ്കുർ, മദ്യപിച്ചിട്ട് മതോന്മത്തനാകാത്തവന്റെ 40 ദിവസം അള്ളാഹ് തിരിഞ്ഞു പോലും നോക്കൂല. അള്ളാഹ് തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞപ്പോ നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പൊ അള്ളാന്റെ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലേ? അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്? പടച്ചവൻ നമുക്ക് കരുണ ചൊരിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു കോലത്തിൽ ഇരിക്കുന്നത്. അല്പസമയം കാരുണ്യം അള്ളാഹ് ജപ്പാനി എടുത്തു മാറ്റി. അള്ളാഹ് എന്തായി? ആ കാരുണ്യം അങ്ങോട്ട് പോയപ്പോൾ തീർന്നു അവിടുത്തെ അവസ്ഥ. ഇപ്പൊ നമുക്കുള്ള കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോലത്തിൽ, ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ വീടും നമ്മുടെ നാടും ഒക്കെ റാഹത്തായിട്ട് പോകുന്നത്. ചെറിയൊരു അതാബ് അള്ളാഹ് കാരുണ്യം എടുത്തു കളഞ്ഞ എന്തായിരിക്കും അവസ്ഥ? നഅൂദുബില്ലാഹ്, അള്ളാഹ് കാക്കട്ടെ. 40 ദിവസത്തേക്ക് അള്ളാഹ് തിരിഞ്ഞു നോക്കൂല. യുവാക്കളെ 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 യുവതികളെ ഇന്ന് പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങിയിരിക്കുക. നമുക്ക് പണ്ടൊക്കെ ഒരു നാണക്കട, ഇപ്പൊ അതൊന്നുമല്ല. ഇപ്പൊ സംഭവം ഔത്തുങ്ങളും അടിക്കാൻ തുടങ്ങിയ. തൊടുപുഴയിൽ അടുത്ത സമയത്ത് പ്രസംഗിക്കാൻ പോയി വിനീതൻ. അവിടെ പ്രസംഗിക്കാൻ പോയപ്പോ അവിടെ ഫ്ലാഷ് എന്ന് പറയുന്ന സായാഹ്ന പത്രമുണ്ട്. ആ പത്രത്തിൽ വന്നതാണ് താത്താമാര് ഫുൾ കൈ ചുരിദാർ, മഫ്ത, ബ്രാൻഡി കുപ്പി വലിച്ചെറിയുന്ന ഫോട്ടോ. എന്നിങ്ങനെയാണ് അന്വേഷിച്ചപ്പോ തൊടുപുഴയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അവിടെ ഹോസ്റ്റലില് ഒരാള് സ്ഥിരമായിട്ട് ഈ കടയുടെ ബാക്കില് കുറെ കുപ്പി ഇങ്ങനെ കിടക്കുന്നു. ഇത് ഒരാൾ വാച്ച് ചെയ്ത് നോക്കി നിന്നു. അങ്ങനെ നിന്നപ്പോ ഹോസ്റ്റലിൽ നിന്ന് താമസിച്ച് രാവിലെ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ വന്ന് വലിച്ചെറിയാണ്. രാത്രി കുടിച്ചത് പകല് പോകുന്ന കോളേജിൽ പോകുന്ന വഴിക്ക് എടുത്ത് വലിച്ചെറിയുകയാണ്. ഇത് 2 ദിവസം അയാൾ വീക്ഷിച്ചു. 3-ാമത്തെ ദിവസം ക്യാമറയിലൂടെ ഒപ്പിയെടുത്തപ്പോ നമ്മുടെ താത്താമാർ പത്രത്തിൽ വന്നപ്പോ കണ്ണൂര് കാസർഗോഡ് നിന്നുള്ള നമ്മുടെ കാക്കാമാര് വന്നു ഇവിടെ പരിഹാരത്തിന് വേണ്ടി. അവരുടെ മക്കളായിരുന്നു. ഫോട്ടോ തെളിഞ്ഞു വന്നപ്പോ തൊടുപുഴയിൽ പോയി അന്വേഷിച്ചു നോക്ക്, വെറുതെ പറയല്ല. എന്നിട്ട് അവിടുത്തെ 2-3 സംഭവങ്ങളും മൂലമറ്റം പോലുള്ള കോളേജുകളിൽ നടക്കുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഈ വിനീതന്റെ ഹൃദയം പൊട്ടിപ്പോയി. പ്രസംഗിക്കാന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാ എന്റെ പൊന്നു പെങ്ങളെ? നിങ്ങളുടെ ഹൈറിന് വേണ്ട നമ്മൾ പറയുന്നത്. നമുക്കൊന്നുമില്ല. കാരണം നമ്മുടെ മക്കളെ, നമ്മുടെ പെങ്ങന്മാരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കൊണ്ടുപോയി വലിയ പഠിത്തത്തിന് വേണ്ടിയിട്ട് കണ്ട ഹോസ്റ്റലിലൊക്കെ കൊണ്ടുപോയി കെട്ടിയിട്ട് നിർത്തുമ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്ക് അവരുടെയൊക്കെ ഫോട്ടോ പലതിലും നമുക്ക് കാണാൻ പറ്റും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടോ, 2005 നടന്ന സംഭവം 2012 ആയപ്പോ സ്വന്തം ഭർത്താവ് ഇന്റർനെറ്റിലൂടെ സ്വന്തം ഭാര്യയുടെ നഗ്ന ഫോട്ടോ കണ്ടു. കേസ് കൊടുത്തിരിക്കുകയാണ്. എവിടാ? തിരുവനന്തപുരം ജില്ലയിൽ. ഇത് തിരുവനന്തപുരം ജില്ല തന്നെ. ഈ സ്ഥലത്തൊന്നും അല്ല, സ്ഥലപ്പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്തായാലും വാതിനൊക്കെ പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ ദിവസമൊക്കെ വിട്ടുകൊടുക്കണം, അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് സംഭവം. ഒരുപാട് സംഭവങ്ങളുണ്ട് കോളേജിലൊക്കെ പോകുന്ന. കോളേജ് കുമാരികൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? കോളേജ് കുമാരികൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഈ പോകുന്ന എന്തിനാണ് ഈ തന്തമാര് ഈ പെൺകുട്ടികൾക്ക് ഈ ക്യാമറ ഉള്ള ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത്? എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്? ക്യാമറ ഇല്ലാത്ത ഫോൺ വാങ്ങിച്ചു കൊടുത്തൂടെ? പണ്ട് ലാൻഡ് ഫോൺ ഉള്ള കാലഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് കോളേജും മെഡിക്കൽ കോളേജും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്ന് നമ്മുടെ മക്കളൊക്കെ പഠിച്ചല്ലോ. അന്നെങ്ങനെ മനസ്സിലായത്? ഇപ്പൊ പെണ്ണുങ്ങൾ തന്നെ, കൊല്ലത്തെ സംഭവമാണ്, പെണ്ണുങ്ങൾ താമസിക്കുന്ന, സ്ത്രീകൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടികൾ തന്നെയാണ് ഫോട്ടോ എടുത്തു കൊടുത്തു വിടുന്നത്. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു കോളേജിൽ പിടിച്ചു, സ്വകാര്യ കോളേജിൽ. ഈ അടുത്ത സമയത്ത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും, ഞാനിതൊന്നും പറയേണ്ട കാര്യമില്ല.
എത്ര സംഭവങ്ങൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്ക് വളരെ ലജ്ജയുണ്ട് നമ്മുടെ ഉമ്മത്ത് ഇങ്ങനെ പോകുന്നതിന്റെ വിഷയത്തിൽ. കാരണം നമുക്ക് ആഖിറത്തിൽ കുടിക്കേണ്ട മദ്യം, ആഖിറത്തിൽ കളിക്കേണ്ട, ആഖിറത്തിൽ രസിക്കേണ്ട, ആഖിറത്തിൽ സുഖിക്കേണ്ട സുഖം മൊത്തം ഈ ദുനിയാവിന് വേണ്ടി പോകുന്നത് കൊണ്ട് നമുക്ക് മാനസികമായ വിഷമം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. ഇഷ്ടപ്പെടാത്തത് വല്ലരുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കിയരെ. അപ്പോ എന്റെ സഹോദര സഹോദരി, 40 ദിവസത്തിനകത്ത് മദ്യത്തിൽ നിന്ന് നീ തൗബ ചെയ്ത് മടങ്ങിയില്ല എങ്കിൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുകയില്ല. വീണ്ടും ആ ഹദീസിന്റെ അടുത്തത്, മൻ ശരിബൽ ഖംറ വസകറ, ആരൊരാള് മദ്യപിച്ച് മദോന്മത്തനായെങ്കിൽ ലം യഖ്ബലില്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അവനിൽ നിന്ന് അല്ലാഹു തആല സുന്നത്തോ ഫർളായ ഒരു അമല് പോലും സ്വീകരിക്കുകയില്ല. ഫഇമ്മാത ഫീഹാ, അതേ അവസ്ഥയിൽ അവൻ മരിച്ചുപോയാൽ കആബിദി വസൻ, അവൻ പ്രതിഷ്ഠയെ ആരാധിച്ചു മരിച്ചുപോയവന് തുല്യനാണ്. വകാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുസ്ഖിയഹു മിൻ തീനത്തിൽ ഖിബാൽ, അല്ലാഹുവിന്റെ മേൽ ബാധ്യതയാണ് ഇവന് തീനത്തുൽ ഖിബാൽ എന്ന് പറയുന്ന ആ ആറ്റിൽ നിന്ന് ഇവന് വെള്ളം ഒഴിപ്പിച്ചു കൊടുക്കൽ. ഖീല, ചോദിക്കപ്പെട്ടു അത്രേ, വമാ തീനത്തുൽ ഖിബാൽ യാ റസൂലല്ലാഹ്, തീനത്തുൽ ഖിബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു അത്രേ, ഉസാറത്തു അഹ്ലിൻ നാരി അദ്ദമു വൽ ഖൈഹു, നരകവാസിനികളുടെ, നരകയാതന അനുഭവിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്ന ചീഞ്ചലം, അതിന്റെ ആറ്, ആ ചലവും ആ രക്തവും ഇവർക്ക് കുടിപ്പിക്കപ്പെടും. അതാണ് ദുനിയാവിൽ മദ്യപിച്ചവർക്ക് നാളെ ആഖിറത്തിൽ അള്ളാഹു കൊടുക്കുന്ന വെള്ളം. അള്ളാഹ് കാക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ. ഓർത്തോ, നമ്മുടെ മക്കളെയൊക്കെ ശ്രദ്ധിച്ചോളി. ലാത്തയെ ഉസയെ ആരാധിച്ചിട്ട് മരിച്ചു പോകുന്ന കൂട്ടത്തിൽ പെട്ടുപോകും. പടച്ച റബ്ബ് നമ്മളെ എല്ലാവരെയും, നമ്മുടെ മക്കളെയും ചെറുപ്പക്കാരെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മദ്യം മാത്രമൊന്നുമല്ല, ഈ ശംഭു, തുളസി, പാൻപരാഗ്, ഇത് കച്ചവടം ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ട്. ഇത് കച്ചവടം ചെയ്യുന്ന മുസ്ലിം, അവിടെയാണ് പോയിന്റ്. എങ്ങനെയാ ദുആ, എന്നിട്ട് കച്ചവടം എന്നിട്ട് നിസ്കരിച്ചിട്ട് വന്നിരുന്നു, അല്ലാഹുവേ ബർക്കത്ത് തരണേ പടച്ചോനെ, എന്റെ കച്ചവടത്തിൽ ബർക്കത്ത് തരണേ അല്ലാഹുവേ, ഖൈർ തരണേ അല്ലാഹുവേ. ഇല്ല ഹാജിയാരെ, ഇല്ല ഹാജിയാരെ, പൊന്നു ഹാജിയാരെ, ലോട്ടറി കച്ചവടം നടത്തുകയോ, ശംഭുവിന്റെ കച്ചവടം നടത്തുകയോ, തുളസിയുടെ കച്ചവടം നടത്തുകയോ, അല്ലെങ്കിൽ ഈ മദ്യത്തിന്റെയോ കുപ്പി കച്ചവടം നടത്തുകയോ ചെയ്താലൊന്നും നിങ്ങളുടെ ദുആ അല്ലാഹ് സ്വീകരിക്കില്ല. കാരണം എന്താ, വയറ്റിനകത്ത് കിടക്കുന്നത് മറ്റേ സാധനമാണ്. ആനമയക്ക് കിടക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ദുആ സ്വീകരിക്കില്ല. എത്ര പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിക്കില്ല. അതാണ് അനസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ദുആ സ്വീകരിക്കാൻ ഒരേ ഒരു മാനദണ്ഡം, അത്തിബ് കസ്ബക്, കച്ചവടം നന്നാക്കാം. കച്ചവടം സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലായിരിക്കണം. കോടികൾ നിനക്ക് കിട്ടിയേക്കാം, പക്ഷെ അതിൽ ഹറാമിന്റെ അംശം. ഒരാള് 10 ദിർഹം കൊണ്ട് ഒരു വസ്ത്രം വാങ്ങി എന്നിരിക്കട്ടെ, പക്ഷെ ആ 10 ദിർഹം കൊണ്ട് വാങ്ങിയ ആ വസ്ത്രത്തിൽ ഒരു ദിർഹം ഹറാമിന്റെ ദിർഹം ഉണ്ടെങ്കിൽ ആ വസ്ത്രം ഹറാമാണ്. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുകയില്ല. ആ വസ്ത്രം ആർക്ക് കൊടുക്കുന്നുവോ, ആര് ധരിക്കുന്നുവോ, നിനക്ക് വേണ്ടി ആരാ വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ സ്വന്തം പൊന്നു മക്കളാണെങ്കിൽ പോലും ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഓർത്തുകൊള്ളുക സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകളും ദുആയും സ്വീകരിക്കാനുള്ള ഒരേ ഒരു കാരണം അതിബ് കസ്ബക്, നിന്റെ കച്ചവടത്തെ നീ നന്നാക്കിക്കൊള്ളുക. തുജബ് ദഅവതു, ഓട്ടോമാറ്റിക്കായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുമത്രേ. ഒരു വിഷമവും വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് അല്ലാഹ് സ്വീകരിക്കും. അതല്ലാതെ ശംഭു കച്ചവടം ചെയ്തിട്ട് വന്ന് ദുആ ചെയ്താലോ നിസ്കരിച്ചാലോ സ്വീകരിക്കും. വേസ്റ്റ്, വെറുതെ നിസ്കരിക്കാന്നുള്ളതല്ലാതെ വെറുതെ. എത്ര മുസ്ലിങ്ങളുടെ കടയിലുണ്ട്, പറഞ്ഞു കൊടുക്കും നമ്മൾ, പിന്നെ ഇതൊന്നും കച്ചവടം ചെയ്താൽ നമുക്ക് ഇവിടെ ജീവിക്കത്തില്ല. ജീവിച്ചോ, പക്ഷെ ഇവിടെ ജീവിക്കോ, അവിടെ ജീവിക്കാൻ പറ്റൂല. ഈ പറയുന്ന തെറ്റാ, ജീവിക്കാൻ പറ്റൂല എന്ന് പറയുന്നത്. ഇവിടെ ജീവിക്കാൻ പറ്റൂല എന്നല്ല, അവിടെ ജീവിക്കാൻ പറ്റൂല. അത് അവന്റെ വായി കൊണ്ട് തന്നെ അള്ളാഹ് പറയുകയാണ്. എത്രയോ ഹലാലായ കച്ചവടങ്ങളുണ്ട്.
ചെറിയ നിസ്സാരമായ ഗ്യാസ് കെട്ടാണ് ഇത്. 2 രൂപ കിട്ടും, 50 പൈസ കിട്ടും, 1.5 രൂപ കിട്ടും. ഇതിനകത്ത് എന്തിനു ഇത് ചെയ്യാൻ പോണത്? എന്നിട്ട് ദുആയോടെ ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ് ദുആ ചെയ്യണം, മോൾ ആശുപത്രി കിടക്കുക, ഉസ്താദ് ദുആ ചെയ്യണം, ഉസ്താദ്. നമ്മളിരുന്ന് ദുആ ചെയ്യും, അസുഖം മാറുന്നില്ല. എന്താ കാരണം? അവിടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ദുആ പെട്ടെന്ന് അങ്ങോട്ട് കബൂലാകാത്തത്. അതല്ലാതെ ആര് ദുആ ചെയ്താലും ആ ദുആ അല്ലാഹ് സ്വീകരിക്കും. ഉസ്താദ് ചെയ്താലും ശരി, നാട്ടുകാരൻ ചെയ്താലും ശരി, ഉമ്മുമ്മ ചെയ്താലും ശരി, ഉപ്പുപ്പ ചെയ്താലും ശരി, ചെറുപ്പക്കാരൻ ചെയ്താലും ശരി, ചെറുപ്പക്കാരി ചെയ്താലും ശരി, കച്ചവടക്കാരൻ ചെയ്താലും ശരി, തൊഴിലാളി ചെയ്താലും, ചുമട്ട് തൊഴിലാളി ചെയ്താലും, തെങ്ങ കയറുന്നവൻ ചെയ്താലും, ഓട വൃത്തിയാക്കുന്നവൻ ചെയ്താലും, ആര് ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കും. നമ്മുടെ ധാരണയാണ് ഉസ്താദന്മാര് ദുആ ചെയ്താലേ സ്വീകരിക്കുള്ളൂ, വേറെ ആരും ദുആ ചെയ്താൽ സ്വീകരിക്കൂല. നമ്മുടെ ധാരണയാണ് ആര് ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കും. പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ ഒന്ന് മനസ്സിലാക്കണം, എന്തോ സംതിങ് പ്രോബ്ലം. വീട്ടിലെ പെണ്ണുങ്ങൾ ദുആ ചെയ്ത് സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? എല്ലാം പണയം വെച്ചേക്ക്, ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചേക്കല്ലേ. ഉസ്താദ് പലിശ ഞങ്ങൾ വാങ്ങിക്കുന്നില്ലല്ലോ, അത് അങ്ങോട്ട് കൊടുക്കുന്നില്ലേ മോളെ, അത് കുഴപ്പമാണോ? അതല്ലേ കുഴപ്പമുള്ളൂ. ഈ അങ്ങോട്ട് കൊടുക്കുന്നതും കുഴപ്പമാണ്. നമ്മൾ ധരിക്കുന്നത് എന്താ, ഈ പണയം വെക്കുന്നത് കുഴപ്പമില്ല എന്നാണ്. അവിടെയാ പ്രശ്നം. പോയി അവിടെ നീ ഈമാൻ നഷ്ടപ്പെടുകയാണല്ലോ. ലഅനല്ലാഹു ആകിലർ റിബാ വമൂകിലഹു വകാതിബഹു വശാഹിദഹു ഖാല ثم قال هم سواء ഔ കമാ ഖാല അലൈഹിസ്സലാം. അല്ലാഹു പലിശയെ നിരോധിച്ചു. ആകിലഹു ഐ ആഖിദഹു, അത് വാങ്ങുന്നവൻ, വമൂകിലഹു ഐ മുഅ്തിഹി, കൊടുക്കുന്നവരെയും ശപിച്ചു. ആരാ കൊടുക്കുന്നത്? സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് താത്ത 10 മണിക്ക് പർദ്ദ ഇട്ടുകൊണ്ട് തന്നെ മോതിരം കൊണ്ട് ബാങ്കിൽ വെച്ചിട്ട് നേരെ SAT ഹോസ്പിറ്റലിലേക്ക് മോളെയും കൊണ്ടുപോയി 2000 രൂപയ്ക്ക് പണയപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി. എന്റെ പൊന്നു പെങ്ങള്, നീ ആ മോതിരം തിരിച്ചെടുക്കുമ്പോ 2200, 2100, 2001 രൂപയോ ആ ബാങ്കിൽ കൊടുത്താൽ എന്റെ പൊന്നു പെങ്ങളെ, നീ ചെയ്തത് ഹറാം, ഹറാം, ഹറാം. എങ്ങനെ ദുആ ചെയ്താലാണ് നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുക? രക്ഷയില്ല. പോയി ചുമ്മാ ദുആ. പാവം താത്ത തഹജ്ജുദൊക്കെ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. പക്ഷേ ഇക്കായ്ക്ക് ഗൾഫിൽ ഇക്കാമ കിട്ടിയിട്ടില്ല. ഇക്ക കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവാ. താത്ത കരച്ചിൽ ഇവിടെ ഒക്കെ ദുആ കൊണ്ടൊക്കെ ചെയ്യും. എന്താന്ന് അന്വേഷിച്ചപ്പോ ഇക്ക ഗൾഫിൽ പോയപ്പോ എല്ലാം പണയപ്പെടുത്തിയിട്ടാ പോയത്. ബാങ്കിൽ ഇരിക്കുക, പലിശയുടെ മേൽ കയറിക്കൊണ്ടിരിക്കുക. എങ്ങനെ ദുആ സ്വീകരിക്കും? പലിശ കൊടുക്കല്ലേ. അങ്ങോട്ട് ഒരു കൂസലും ഇല്ലാതെയാ പണയം വെക്കാൻ പോണത്. ഒരു കൂസലും ഇല്ല പണയം വെക്കാൻ പോവാ. ചെറിയൊരു വിഷയം വരുമ്പോ പണയം വെക്കാൻ പോവാ. പണയം ഹറാമല്ല, പക്ഷെ ആ പണയത്തിന്റെ പേരിൽ അധികമായി പൈസ കൊടുക്കൽ ഹറാം. പണയം ഹറാമല്ല. നിങ്ങൾക്ക് ഈ പണം ഇസ്ലാമിക് ബാങ്കിലോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ആരെങ്കിലും ഒക്കെ ഒരു വള കൊണ്ടുവച്ചിട്ട് 2000, 3000, 10000 രൂപ മേടിച്ചോ. പക്ഷെ തിരിച്ചു കൊടുക്കുമ്പോഴും കറക്റ്റ് 10000 തന്നെ കൊടുക്കണം. 10001 കൊടുക്കാൻ പാടില്ല. കൊടുത്താ പോയി. ഇനി ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാം. ഒരാളെ സഹായിച്ചു, അവൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് 10001 വേണം അല്ലെങ്കിൽ 10500 വേണം. ഇല്ല, അത് ആഗ്രഹിക്കാതെ ഒരാള് പടച്ചവനെ എന്റെ വിഷമഘട്ടത്തിൽ എന്നെ സഹായിച്ചവനാണല്ലോ, അൽഹംദുലില്ലാഹ്, ഒരു 500 രൂപ അവന് ഹദിയ എന്റെ വകയായിട്ട് ഞാൻ കൊടുക്കുന്നു. അത് ജായിസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബു സംഹൽ ബൈഇ വസംഹൽ ശിറാഇ വസംഹൽ ഖളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവടം ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും കടമിടപാടുകൾ പൂർത്തിയാക്കുമ്പോഴും അല്പം മാന്യത പുലർത്തിക്കൊണ്ട് അധികം കൊടുക്കുന്നതിന് അല്ലാഹുക്ക് ഇഷ്ടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ കടം തന്നു, ഒരു പാവപ്പെട്ട സഹോദരൻ ആ കച്ചവടത്തിന് വേണ്ടി വെച്ചിരുന്ന. നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്ത് എടുത്തു തന്നു, ഒരു 50000 രൂപ തന്നു. നമ്മുടെ ആവശ്യം എല്ലാം കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്, പണം വന്നു, ഇക്കട പൈസ ഗൾഫിൽ നിന്ന് വന്നു, നമ്മൾ തിരിച്ചു കൊടുത്തു. പക്ഷെ അത്രയും സമയം ആള് കച്ചവടം ചെയ്ത് കാശ് ഉണ്ടാക്കിയേനെ, ഒരു 12000 രൂപ ഉണ്ടാക്കിയേനെ. പക്ഷെ അത് ഉണ്ടാക്കാൻ നമുക്ക് തന്നു. ഒരു മാന്യത എന്ന നിലയിൽ ഒരു 500 രൂപയും കൂടെ അധികത്തിൽ ഇക്ക, ഇത് ഒന്നുമല്ല മറ്റൊന്നും കരുതി ചെയ്ത് അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഒരു മാന്യത എന്ന നിലയിൽ നിനക്കങ്ങനെ ചെയ്യൽ അത് അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. സാധനം വാങ്ങാൻ കടയിൽ പോയി, സാധനം വാങ്ങി 1 മീറ്റർ തുണി കറക്റ്റ് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഡെസ്കിന്റെ പുറത്ത്. അത് കറക്റ്റ് നോക്കി അളന്നേ തരുള്ളൂ.
ഒരല്പം ഒരു ഇച്ചിരി കൂടെ മുന്നോട്ട്. അത് മോലാളി വഴക്ക് പറയും. ഒരു കടയിൽ കയറി കാപ്പി കുടിച്ച് 101 രൂപ ആയി. 1 രൂപ കുറയ്ക്കാൻ തയ്യാറായില്ല. ചില്ലറയില്ലായിരുന്നു. 200 രൂപ കൊടുത്ത് 99 രൂപ തിരിച്ചു തന്ന്. എന്റെ പടച്ചവന്. കറക്റ്റ് അങ്ങനെയാണ്. അത് മോലാളി ശരിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അതിൽ ഇത്തിരി മാന്യത കാണിക്ക്, ഇത്തിരി ഉദാരത കാണിക്ക്, അല്പം കൂടെ അധികത്തിൽ കൊടു. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അത് വേറെ. പക്ഷെ ഒരാൾ ആഗ്രഹിക്കാൻ പാടില്ല. ഇപ്പൊ ചില ഇസ്ലാമിക് ബാങ്ക് ഞങ്ങളിവിടെ പൈസ കടം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ട് ആളുകൾ വന്ന് പൈസ കടം വാങ്ങിക്കൊണ്ടു പോകും. തിരിച്ചു വരുമ്പം അവരടുത്ത് പറയും, പിന്നെ നമ്മള് ഈ ബാങ്ക് കൊണ്ടുള്ള ഉദ്ദേശമേ സാധു പെൺകുട്ടികളെയൊക്കെ കെട്ടിച്ചൊക്കെ വിടും, പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ, പിന്നെ നമ്മളൊക്കെ നിങ്ങളെ പോലൊക്കെ സഹായിക്കും. പക്ഷെ ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇതിനു വേണ്ടി ചെയ്യാം, പിന്നെ ചെയ്യാതെ ഇരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാൻ പാടില്ല. ചിലർ അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ പറയുമ്പോ ഇവർക്കൊരു എന്തായാലും കാക്ക പറഞ്ഞില്ല, ഇനി നാളെയും കൊണ്ട് വള കൊണ്ട് വെക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞൊരു 10, 50, 100 രൂപ കൊടുക്കും. അത് തെറ്റ്. ആരും ചോദിക്കുകയോ ആഗ്രഹിക്കുകയോ ചെയ്യാതെ ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അത് ജായിസ്, അത് അനുവദനീയം. അതല്ല എങ്കിൽ അത് അനുവദനീയമല്ല. അതല്പം അങ്ങോട്ട് ചെയ്യൽ ഒരു രസമാണ്. ഒരു റാഹത്ത് അനുബിധങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് എന്റെ സഹോദരിമാരെ, നമ്മൾ കൂടുതലും ഇന്ന് പലിശയുമായി ബന്ധപ്പെടുന്നു. അങ്ങോട്ട് കൊടുക്കുന്നു, പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് തെറ്റാണ്. CC ഇട്ട് വണ്ടി എടുക്കുന്നു. ഇപ്പൊ നമ്മളൊരു പക്ഷെ നിങ്ങൾ കുടുങ്ങും. ഈ മുസ്ലിയാരുടെ പ്രസംഗം കേൾക്കാൻ വന്ന മനസ്സിനെ അയാള് അന്നം മുട്ടിക്കാൻ വേണ്ടി വന്ന മനസ്സ് ആരാടാ ഇങ്ങനെ വിളിച്ച? മുഹമ്മദേ, എനിക്ക് വേറെ ഒരു മുസ്ലിയാരെയും കിട്ടിയില്ലേ വിളിക്കാൻ? എന്റെ സഹോദരൻ, അന്നം മുടക്കലല്ല, ആഖിറത്തിലെ രക്ഷയാണ് നമുക്ക് വലുത്, ദുനിയാവല്ല. ഇപ്പൊ നമ്മൾ അറിവില്ലാതെ ചെയ്തു പോയി കാണും, എല്ലാവരും അതിൽ ബന്ധപ്പെട്ട് കാണും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒഴിവാകാനുള്ള വഴികളാണ് പറയാൻ പോകുന്നത്. അത് ഒഴിവാകുക. ആഖിറത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതല്ല ഹറാമ് തന്നെ തിന്ന് ജീവിച്ച് മരിക്കാനാണോ ആഗ്രഹം? ആലിമീങ്ങളായ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളത്. അതല്ലാതെ അബൂബക്കർ മുസ്ലിയാര് വേളാവൂർ വന്ന് പ്രസംഗിച്ചിട്ട് പോയി, എന്താ പോയത്, നാളെ ഇതൊക്കെ അവിടെ LCD-യിൽ ഇടും, ഇവിടെ വന്ന് പ്രസംഗിക്കുന്നതൊക്കെ നിങ്ങളെയൊക്കെ അവിടെ LCD കൊണ്ടുവന്നിടും. അപ്പൊ ഈ കാര്യമൊന്നും പറഞ്ഞില്ലെങ്കിൽ ആദ്യം കിട്ടുന്നത് എനിക്കാണ്. അപ്പൊ നിങ്ങളിരുന്ന് കൈകൊട്ടിച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്റെ ഉത്തരവാദിത്തം ഈ പറയുന്നത് നിങ്ങളോടല്ല, എന്നോടും നിങ്ങളോടും. ആദ്യം എന്നോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു, പിന്നെ നിങ്ങളോട്. അള്ളാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. CC ഇട്ട് സഹോദരങ്ങൾ വണ്ടി എടുക്കും, ഹറാമാണ്. തീർച്ചയായും ആ വാഹനത്തിൽ യാത്ര ചെയ്യലും അതിൽ കൂടെ പോകല് പോലും, ഒട്ടിയിരുന്ന് പോകല് പോലും തെറ്റാണ്. ഹദീസ് പറഞ്ഞുതരാം, വെറുതെ ഞാൻ പറയത്തില്ല, എല്ലാത്തിനും ഹദീസ് ഓതി ഞാൻ പറയത്തുള്ളൂ. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യഅതി അലന്നാസി സമാൻ, എന്റെ ഉമ്മത്തിന്റെ മേലൊരു കാലഘട്ടം സംജാതമാകും. ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ആകില റിബാ, ആ കാലഘട്ടത്തിൽ പലിശ തിന്നാത്തവരാരും കാണുകയില്ല. എന്നാൽ അതിന്റെ അർത്ഥം എല്ലാവരും പലിശ തിന്നും എന്നല്ലേ നബി തങ്ങൾ പറഞ്ഞതിന്റെ സാരം. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്, ഫമല്ലം യഅകുൽ മിനർ റിബാ, ആരാൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ആ കാലഘട്ടത്തിൽ പലിശ തിന്നാതിരിക്കുന്നുവോ, അസാബഹു മിൻ ഉബാരിഹി വഫീ റിവായത്തിൻ ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഒരു കാലഘട്ടം അള്ളാഹു എന്റെ റസൂൽ പറയാണ്, ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന്റെ മേൽ സംജാതമാകും, നമ്മുടെ മേൽ. ആ കാലഘട്ടത്തിൽ ഒരാൾ പോലും ഉണ്ടാവുകയില്ല പലിശ തിന്നാത്തവരായിട്ടല്ലാതെ. എല്ലാരും പലിശ തിന്നുമെന്ന് സാരം. എന്നിട്ട് നബി തങ്ങൾ എടുത്തു പറയാണ്, ഫമല്ലം യഅകുൽ മിനർ റിബ, അല്ലാഹയെ പേടിച്ചിട്ട് ആരെങ്കിലും പലിശയുമായി ബന്ധമില്ലാതിരുന്നാൽ. പലിശയുമായി ബന്ധപ്പെടാത്ത എത്രയോ ആളുകളുണ്ട്, പലിശ കൊടുക്കുകയില്ല, വാങ്ങുകയുമില്ല, പലിശയുമായി ബന്ധമില്ലാത്ത എത്രയോ പേർ. ഇത് നബി തങ്ങൾ പറഞ്ഞതാണ്, ഫമല്ലം യഅകുൽ മിനർ റിബ, പലിശയുമായി ബന്ധമില്ലാത്ത ആരെങ്കിലും ആ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അസാബഹു മിൻ ഉബാരിഹി, പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ? ഉസ്താദിനെ കല്യാണത്തിന് വിളിക്കാൻ ഇന്നോവ കാറിൽ വരുന്നു. വെഞ്ഞാറമൂട് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കല്യാണം. ഉസ്താദ് ഇവിടെ ഇരിക്കുന്നു. ചെറുക്കൻ വന്ന വണ്ടിയിലാണ് വന്നത്, അലങ്കരിച്ച വണ്ടി.
ഉസ്താദിനെ വന്ന് വിളിച്ചു. ഇന്നോവയ്ക്കകത്ത് കയറി, നല്ല AC, നല്ല കുളിര്, നല്ല തണുപ്പ്, റാഹത്തായി പോകുന്നു. ഓടിച്ചത് നമ്മുടെ വേളാവൂരുള്ള മുഹമ്മദാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദിന് വണ്ടി ഓടിക്കാൻ അറിയാവോ എന്തോ? ഉദാഹരണം ചോദിക്കുന്നു, ഈ വണ്ടി എവിടെ നിന്ന് എടുത്തടേ? അത് ഇപ്പം പെങ്ങക്ക് കൊടുത്തതാ ഉസ്താദെ. എത്ര രൂപ വണ്ടി? അതിപ്പോ ഫുൾ ഓപ്ഷൻ വണ്ടിയാ, 13 ലക്ഷമോ. ആഹാ, വാപ്പയ്ക്ക് എത്രയും കാശൊക്കെ ഉണ്ടോ? ഇല്ല, 5 ലക്ഷം രൂപ കൊടുത്തു, ബാക്കി CC ആ ഉസ്താദെ. അപ്പൊ ഉസ്താദ് ഈ സീറ്റിലിരുന്നു കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, അസാബഹു മിൻ ഉബാരിഹി ഫമൻ ലം യകുൽ മിൻ റിബാ, പലിശയിൽ നിന്ന് ആരൊരാൾ കഴിക്കുന്നില്ലയോ, അസാബഹു മിൻ ഉബാരിഹി, ആ പലിശയുടെ പൊടിയെങ്കിലും അവനെ തട്ടും എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതിന്റെ സാരം ഇതാണ്. CC ഇട്ടെടുത്ത വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ പലിശയുടെ പൊടിയുടെ മുകളിൽ കയറിയിരുന്നാണ് യാത്ര ചെയ്യുക. CCക്ക് വണ്ടിയെടുത്ത ബൈക്കിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന നമസ്കാരമുള്ള സഹോദര, നിന്റെ ശരീരത്തിലൂടെ പലിശയുടെ പൊടിയാണ് കടന്നുകൂടുക എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തട്ടും. നബി തങ്ങൾ പറഞ്ഞത് ഉറപ്പാ. ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൈസ വരണമെങ്കിലും ഇന്ന് ബാങ്ക് വഴി വരിക, ഇതെല്ലാം ഇന്ന് ഗവൺമെന്റ് എടുത്ത വണ്ടി, ഇതൊക്കെ ഇന്ന് കടമെടുത്ത് ലോക ബാങ്കിൽ നിന്നൊക്കെ എടുത്തതാണ്. അതിലൂടെ റോഡിലൂടെ യാത്ര ചെയ്യുന്നു, ആ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്നു. ഇതൊക്കെ നബിതങ്ങൾ ചർച്ച ചെയ്ത കാര്യമാണ്. സൂക്ഷിക്കുക, സൂക്ഷ്മത പാലിക്കുക, ഒഴിവാക്കുക. അങ്ങനെ ആരെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ കൊടുത്ത് ഇടപാട് തീർക്കുക. വീട് വെക്കും നല്ല നമസ്കാര വിഭാഗത്തൊക്കെ ഉള്ളവരാണ്. പക്ഷെ എന്താണെന്നറിയോ, ആളുകൾ ഇത് ഗൗരവം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇതിന്റെ പിറകെ പോണത്. ആളുകൾ ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നില്ല. പള്ളിക്ക് വേണ്ടി ഒരുപാട് ഹൈറുകൾ ചെയ്യുന്ന ആള് ലോൺ എടുത്തിട്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിഞ്ഞ് അതിന്റെയും വിഹിതത്തിൽ നിന്ന് പള്ളിക്ക് വേണ്ടി സദഖ ചെയ്യും. എങ്ങനെ ജായിസാവും? നമ്മൾ പറയണം, മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ലോൺ എടുത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടി അതിന്റെ വിഹിതം പള്ളിക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജായിസാവോ സുഹൃത്ത്? ഏതവസ്ഥയിൽ ജായിസാകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന് ഹലാലായ സമ്പാദ്യം കൂടുതൽ ഉണ്ടെങ്കിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം വെച്ചുകൊണ്ട് അദ്ദേഹം സദഖകളൊക്കെ ചെയ്താൽ അത് അനുവദനീയമാകും. പക്ഷേ ബാക്കി എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയെടുക്കുക, അതാണ് അതിന്റെ അർത്ഥം. എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിവാക്കുക, പരിപൂർണമായി ഒഴിവാക്കിയെടുക്കുക. നമസ്കാരമുള്ള സഹോദരൻ ബാങ്കിൽ നിന്ന് വീട് വെക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ ലോൺ എടുത്തു, അസ്ഥിവാരമിട്ടു, വീട് പണിയാൻ വേണ്ടി തുടക്കം കുറിച്ചു. അൽഹംദുലില്ലാ, ബാക്കി മുകളിലോട്ടുള്ള കെട്ടിടത്തിനൊക്കെ നാട്ടുകാരെന്നൊക്കെ കടമൊക്കെ വാങ്ങിച്ചു, അതൊക്കെ ഹലാലായ പണം. പക്ഷേ അസ്ഥിവാരം, ബേസ്മെന്റ് 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്നെടുത്ത ലോണ്, അതിൽ നിന്ന് വീട് വെച്ചു. പാലുകാച്ചിനെ ഉസ്താദിനെ വിളിച്ചു. എല്ലാവരും നമസ്കാരം കഴിഞ്ഞ് വന്നിരുന്ന് റാഹത്തായിരുന്ന് ദുആ ചെയ്തു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, എന്നോട് പൊറുക്കണം. വീട്ടിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടുള്ള ഒരു പാലുകാച്ചിന് ഇസ്ലാം എങ്ങും അനുവാദം നൽകിയിട്ടില്ല. ഈ സുബഹി നമസ്കാരം എന്ന് പറയുന്നത് പള്ളിയിലുള്ളതാണ്. ജമാഅത്ത് നമസ്കാരം, പള്ളിയിൽ ഫർള് നമസ്കാരം നിറവേറ്റിയിട്ട് വീട് പാലുകാച്ചിന് നിങ്ങൾ സുന്നത്ത് വീട്ടിൽ നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോയി ഫർള് നമസ്കരിക്കുക. പള്ളിയിൽ പോയി ഫർള് നമസ്കരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ യാസീനൊക്കെ ഓതി ദുആ ചെയ്യും. ചിലര് പള്ളിയിലെ ഖത്തീബിനെയും വിളിച്ചുകൊണ്ട് പോയിരുന്ന് വീട്ടിൽ ജുമാ നടത്തുന്ന പോലെ ഫർള് നിസ്കാരം. അത് ആര് പറഞ്ഞു, ആര് പഠിപ്പിച്ചു നടത്തും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫർള് നമസ്കാരം പള്ളിയിലും സുന്നത്ത് നമസ്കാരം വീട്ടിലും. അപ്പോ ഈ വീട്ടിൽ വന്നിരുന്ന് നമ്മൾ ഉസ്താദന്മാരടക്കം വരുന്ന ദുആ ചെയ്ത് യാസീൻ ഓതി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലാക്കണം, ഉസ്താദ് ഇരിക്കുന്ന ബേസ്മെന്റ് ഏതാ? 1 ലക്ഷം രൂപ ICIC എടുത്ത സാധനമാണ്, അതിന്റെ മുകളിലായിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസാബഹു മിൻ ഉബാരിഹി, നിങ്ങൾ പലിശ തിന്നില്ല എങ്കിലും നിങ്ങൾ ഇപ്പോൾ പലിശയുടെ പൊടി തട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ഈ ദുആകളൊന്നും അങ്ങോട്ട് എത്താത്തത്, മുകളിലോട്ട് പോകാത്തത്. നല്ല ക്വാളിറ്റി ഉള്ളവരുടെ ദുആയെ മുകളിലോട്ട് എത്തുള്ളൂ. ആ ക്വാളിറ്റി ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശം ചെയ്യുന്നത്, ആരെയും വേദനിപ്പിക്കാനല്ല. ദീനിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങളുടെ മേൽ അല്ലാഹ് ഏൽപ്പിച്ചത്. ഇത് പറഞ്ഞേ മതിയാവൂ, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും. അതുകൊണ്ടാണ് ആയത്തും ഹദീസും ഓതി പറയുന്നത്. ഞാൻ വെറുവാക്കിൽ ഞാൻ പറയുന്നില്ല, ആയത്തും ഹദീസും ഓതിക്കൊണ്ട് ആധികാരികമായ രേഖകളോടുകൂടിയാണ്. ലൈഫായ ഹദീസുകളൊന്നുമല്ല, ആവശ്യപ്പെട്ടാൽ ഞാൻ അവർക്കത് തരികയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബയാണ് അല്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചു.
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൗബ ചെയ്തു. وظنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തീനവായിൽ പ്രബോധനമൊക്കെ നടത്തി. രക്ഷയില്ല, ആരും ഇത് ഉൾക്കൊള്ളുന്നില്ല എന്നൊക്കെ കണ്ടപ്പോ പേടിച്ചു പോകാൻ തീരുമാനിച്ചു. പോയേക്കാന്ന്. അങ്ങനെ പോകാൻ പോകുന്ന കപ്പലിൽ ചാടിക്കയറി. പക്ഷെ കപ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഭാരം കൂടുതലെന്ന് മനസ്സിലായി. അന്നത്തെ കാലഘട്ടത്തിൽ കള്ള ടിക്കറ്റ് എടുക്കുന്നവരെ മനസ്സിലാക്കിയിരുന്നത് നറുക്കെടുക്കലാണ്. നറുക്കെടുക്കുമ്പോൾ ആ നറുക്കിൽ വീഴുന്ന ആരാന്നോ അവരെ പൊക്കിയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുക. അതാണ് അതിന്റെ തീരുമാനം. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേര് നറുക്കിൽ വീണു. പൊക്കിയെടുത്ത് അങ്ങോട്ടും എറിഞ്ഞു. അവിടെ വേറെ പരിപാടിയൊന്നുമില്ല. ഒരു മത്സ്യം യൂനുസ് നബിയെ വിഴുങ്ങി. ആ മത്സ്യത്തെ മറ്റൊരു മത്സ്യം വിഴുങ്ങി. ഭയങ്കരമായ അന്ധകാരം. പക്ഷേ ആ അന്ധകാരത്തിൽ കിടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല തമ്പുരാനെ. നീ പരിശുദ്ധനാണല്ലാ, നീ ഉത്കൃഷ്ടനാണല്ലാ, നീ ശ്രേഷ്ഠനാണ് അല്ലാ. ഞാൻ എന്റെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗം. നാം രക്ഷപ്പെടുത്തി അവരെ. നൂഹ് നബി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തു. പ്രവാചകന തൗബ ചെയ്യൂല എന്നല്ല, ദുആ ചെയ്തപ്പോൾ തൗബ ചെയ്തപ്പോൾ അള്ളാഹ് സ്വീകരിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗബ ചെയ്തില്ലേ? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ മൂസാ നബിയുടെ അനുയായിയും മൂസാ നബിയുടെ എതിർ കക്ഷിയുമായിട്ട് അടിയുണ്ടായിക്കൊണ്ടിരിക്കുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കക്ഷിയിൽപ്പെട്ട ഒരാള് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അദ്ദേഹം എന്നെ അടിച്ചു മൂസ, അതിന് എന്നെ ഒന്ന് സഹായിക്കണം. فاستغاثه الذي من شيعته على الذي من عدوه فوكزه موسى فقضى عليه. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ സഹോദരൻ സഹായം തേടിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിയോഗിയെ മൂസാ നബി പ്രഹരിച്ചു അത്രേ. ഫഖളാ അലൈഹി, അതോടുകൂടി അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. മരിക്കുമെന്നറിഞ്ഞില്ല, ഒരടി വെച്ചു കൊടുത്തു, ആള് വടിയായിപ്പോയി, ഇടങ്ങാറായി. അറിഞ്ഞില്ല സംഭവം. ഒരൊറ്റ വീക്ക് വെച്ചിട്ട് ആള് ഇതാ കടന്നു. ഉടനെ എന്താ ചെയ്തു മൂസാ നബി? ഖാല ഹാദാ മിൻ അമലി ശൈത്താൻ. ഇത് പിശാചിന്റെ പണിയാണ് പടച്ചവനെ, അവൻ വഴികേടിലേക്ക് നയിക്കുന്നവനാണല്ലോ. ഉടനെ മൂസാ നബി തൗബ. ഖാല റബ്ബി ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് മഗ്ഫിറത്ത് നൽകണമേ, പുറത്ത് നൽകണമേ അല്ലാ. ഫഗഫറ ലഹു, അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചുകൊണ്ട് മൂസാ നബിക്ക് അല്ലാഹു പുറത്തു കൊടുത്തു അത്രേ. പ്രവാചകന്മാരുടെ തൗബായ ഞാൻ ഈ പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്തൂടെ? പ്രവാചകന്മാരുടെ തൗബായ ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും പറയാൻ പറ്റുമോ? സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എന്താ? ഒരു പാവം പോലും ചെയ്യാത്ത നബിയുനാ റസൂലുള്ളാഹി. വല്ല പാവം ചെയ്തെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാവങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി കൊടുത്തു എന്ന് നേരത്തെ അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ ലിയഗ്ഫിറ ലക അല്ലാഹ് മാ തഖദ്ദമ മിൻ
ذنبك وما تأخر. നബിയെ, അങ്ങയുടെ മുൻ പിൻ പാവങ്ങളെല്ലാം നാം മാപ്പാക്കി തന്നിരിക്കുന്നു നബിയെ. ഈ പ്രവാചകം പറയാണ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് ഫഇന്നി അതൂബു ഇലല്ലാഹി കുല്ല യൗമിൻ അക്സറ മിൻ 70 മറ. ഏ വിശ്വാസി സമൂഹമേ, അല്ലാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കണേ. എല്ലാ ദിവസവും 70-ൽ പരം പ്രാവശ്യം ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ടത്രേ. ആര്? നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ പറയാ, ഞാൻ എല്ലാ ദിവസവും 70 പ്രാവശ്യമെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഞാൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാറുണ്ട്. നിങ്ങളും പശ്ചാത്തപിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നമ്മളോട് പറയാ പശ്ചാത്തപിക്കാൻ. തൗബ ചെയ്തില്ലെങ്കിലോ ഫമൻ ലം യതുബ ഫൗലൈക ഹുമുൽ ളാലിമൂൻ. ആരൊരാള് പശ്ചാത്തപിക്കാതെ മരിച്ചുപോയോ, മദ്യപിച്ചാലും വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും അവൻ ഈ ഉപദേശ നിർദ്ദേശങ്ങൾ കേട്ടതിന് ശേഷം അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് പൊട്ടിക്കരഞ്ഞവൻ പശ്ചാത്തപിച്ചാൽ അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കും അത്രേ. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു അൻഹും സയ്യിആതിഹിം ഹസനാത്ത്. ആരൊരാള് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവൻ ചെയ്ത വ്യഭിചാരം അല്ലാഹു ഹലാലായ നിലയിൽ നന്മയാക്കി മാറ്റിക്കൊടുക്കുമത്രേ. ആരൊരാള് ഹറാമിൽ നിന്ന് പശ്ചാത്തപിച്ചുവോ അവൻ ചെയ്ത സകലമാന തെറ്റുകുറ്റങ്ങളെ അല്ലാഹു നന്മയാക്കി രൂപപ്പെടുത്തി കൊടുക്കുമത്രേ. ഫമൻ താബ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബാ. ആരൊരാള് തൗബ ചെയ്തോ അല്ലാഹു അവന്റെ തൗബ പരിപൂർണമായി സ്വീകരിക്കും. ഏത് കൊടിയ പാപം ചെയ്തവനാകട്ടെ, ഏത് മോഷ്ടാവാകട്ടെ, ഏത് മദ്യപാനിയാകട്ടെ, ആരുമാകട്ടെ, കൊല ചെയ്തവനാകട്ടെ, നീ തൗബ ചെയ്യാൻ തയ്യാറുണ്ടോ? അല്ലാഹു തആല തൗബ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിന്റെ സംഭവമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ പാപം ചെയ്ത മനുഷ്യന്റെ സംഭവം ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തൗബ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കാതെ കണ്ട് പിന്നെ അതിൽ പറയാൻ അതിന്റെ സംഭവത്തെ കുറിച്ച് പറയാൻ പറ്റൂലല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് തൗബ ചെയ്താൽ അവന്റെ തൗബ ഞാൻ സ്വീകരിക്കാം എന്ന് അല്ലാഹു പറയുന്നു. നബി തങ്ങൾ പറയുന്നു, അത്തായിബു മിനസ്സൻബ് കമൻ ലാ ദൻബ ലഹു. ആരൊരാള് പശ്ചാത്തപിക്കുന്നുവോ അവൻ പാപമില്ലാത്തവനെ പോലെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപത്തിൽ നിന്ന് പശ്ചാത്തപിക്കുന്നവൻ പാപമില്ലാത്തവനെ പോലെയാണ്. അതുകൊണ്ട് പശ്ചാത്താപം എങ്ങനെയായിരിക്കണം? ഇപ്പോ തൗബ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. പ്രവാചകന്മാരൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇത്രയും വലിയ പാപങ്ങളൊക്കെയാണ്, നമ്മൾ ഇത്രയും വലിയ പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആ പാപങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ തൗബ ചെയ്യാൻ ഒരു തീരുമാനം എടുക്കണം. എടുത്തോ? ഇൻഷാ അല്ലാഹ് ആണല്ലോ. എങ്ങനെയാ തൗബ ചെയ്യേണ്ടത്? നമ്മുടെയൊക്കെ നാട്ടിലത്തെ പോലെ ഉസ്താദ്മാര് പറഞ്ഞ് 27-ാം രാവിന്റെ അന്ന് എല്ലാരും എല്ലാ ഹറാമും ചെയ്തിട്ട് 26-ന്റെ അന്ന് പള്ളി വന്ന് കയറിയിട്ട് ലൈറ്റ് കാണിച്ചിട്ട് അല്ലാഹുവേ ഞാൻ വ്യഭിചരിച്ചു പുറത്തു തരണേ. ആരാ? വ്യഭിചരിക്കാത്തവനും പറയണം വ്യഭിചരിച്ചു. ഇതിങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കുംഭസാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്ന് ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ഞാൻ ചെയ്തു. പുറത്തു തരണേ. പുറത്തല്ല തരണ്ട, പുറത്താ തരുന്നത്. അല്ലാഹു അറിയാൻ പറ്റൂല എവിടാ തരുന്നത്. ഇത് എല്ലാരും ഏറ്റി ഇങ്ങനെ പറയുകയാണ്. നമ്മുടെ പാപം അള്ളാഹുവിനോട് ഏറ്റു പറയണം. ആദം നബി ഏറ്റു പറഞ്ഞതുപോലെ. മനസ്സിലായില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്നൽ അബ്ദ ഇദാ അദ്നബ ثم اعترف ثم تاب الله عليه. أو كما قال رسول الله.
ഒരു അടിമ പാപം ചെയ്തു. ആ പാപം ചെയ്ത അടിമ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞു, പടച്ചവനെ ഞാൻ ഇന്ന തെറ്റ് ചെയ്തു, ഇന്ന പാപം ചെയ്തു, ഇന്ന കുറ്റം ചെയ്തു താബ, പിന്നീട് അതിന്റെ പേരിൽ അവൻ പശ്ചാത്തപിച്ചെങ്കിൽ അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പോരെ, നീ എന്താ വേണ്ട? തൗബ സ്വീകരിക്കാൻ തയ്യാറാകും, ഏറ്റു പറയണം. ഇവിടെ ഒരു കാര്യമുണ്ട്, രഹസ്യമായി ചെയ്ത പാവം രഹസ്യമായി ഏറ്റു പറയണം, പരസ്യമായി ചെയ്ത പാവം പരസ്യമായും പറയണം. അതിനാണ് ചിലരെയൊക്കെ പള്ളിയുടെ മെമ്പറിൽ പിടിച്ചു വെച്ച് പരസ്യമാപ്പ് പറയിക്കുന്നത്. പറയടാന്ന് പറയണം. പരസ്യമാപ്പ് എന്ന് പറയുന്നത് കേട്ടില്ലേ? ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖുൽതു, അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, എനിക്ക് ഇത്തിരി ഉപദേശം താ നബിയെ, കുറച്ച് ഉപദേശം താ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലൈക ബിതഖ്വല്ലാഹി മസ്തതഅത്, കഴിയുന്നിടത്തോളം നീ അല്ലാഹയെ പേടിക്കണം. വദ്കുരില്ലാഹ ഇൻദ കുല്ലി ഹജറിൻ വശജർ, എവിടെ പോയാലും അല്ലാഹയെ നീ ഓർക്കണം, അല്ലാഹയെ സ്മരിച്ചു കൊള്ളണം. ഇദാ അമിൽത മിനസ്സൂ ഫഹദിസ് ലഹു തൗബ, നീ ഒരു തെറ്റ് ചെയ്താൽ, ഒരു പാപം ചെയ്താൽ പെട്ടെന്ന് തൗബ ചെയ്ത് അതിനെ പുതുക്കിക്കൊണ്ടിരിക്കണം. തൗബയെ പുതുക്കിക്കൊണ്ടിരിക്കണം. പാപം ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം? തൗബ ചെയ്ത് പുതുക്കിക്കൊണ്ടിരിക്കണം. അസ്സിർറ ബിസ്സിർരി വൽഅലാനിയത ബിൽഅലാനിയ, രഹസ്യമായ പാപമാണെങ്കിൽ രഹസ്യമായും പരസ്യമായ പാപമാണെങ്കിൽ പരസ്യമായും. അപ്പൊ രണ്ട് രീതിയിലും തൗബ ചെയ്യണം. രഹസ്യമായ പാവം രഹസ്യമായ തൗബ ചെയ്യണം, പരസ്യമായ പാവം പരസ്യമായ തൗബ ചെയ്യണം. രഹസ്യമായ പാപം പരസ്യമാക്കിയാൽ ഏറ്റവും വലിയ പാപം. രഹസ്യമായ പാപം പരസ്യപ്പെടുത്തിയാല് അത് വലിയ പാപം. പടച്ചവനെ, ഈ പാവം എല്ലാം കൂടെ എവിടെ കൊണ്ട് വെക്കൂ എന്റെ റബ്ബേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിറൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തുകളിൽപ്പെട്ടവർക്ക് അല്ലാഹു മാപ്പ് നൽകിയേക്കാം, പക്ഷേ ഇല്ലൽ മുജാഹിറൂൻ, അവർ ചെയ്ത രഹസ്യ പാപങ്ങൾ പരസ്യമായി വിളിച്ചു പറയുന്നവരൊഴികെ. രഹസ്യമായി ചെയ്ത പാവം മൂടി വെച്ചിട്ട് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ അവന്റെ പാവം അല്ലാഹു പൊറുക്കൂല എന്നർത്ഥം. വൈന്ന മിനൽ മുജാന, വിഡ്ഢിത്തരത്തിൽ പെട്ടവന്റെ ഉദാഹരണമാണ്, ഇന്നർ റജുല, ഒരാൾ പറയുകയാണ്, യാ ഫുലാൻ, ഏ അലിയ, അമിൽതുൽ ബാരിഹത കദാ വകദാ, അളിയാ ഇന്നലെ ഒരു പീസുമായിട്ട് ഞാൻ പോയ അളിയാ, ആർക്കും അറിയില്ലായിരുന്നു. ഇവൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി കോവളത്തൊക്കെ കൊണ്ട് താമസിപ്പിച്ച് മസാജൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് അവന്റെ പാട്ട് കൂട്ടുകാരുടെ അടുത്ത് ഇവന് പറഞ്ഞാലേ ഇവന് ഒരു റാഹത്തുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ റാഹത്തുണ്ടാവൂല. ഒരു പക്ഷെ ഇവന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ഇവൻ കൊണ്ടുപോയി വ്യഭിചരിച്ചു, അല്ലെങ്കിൽ തെറ്റ് ചെയ്തു, തിരിച്ചു വന്നു, പാച്ചുള്ള ഞാൻ അറിയാതെ ചെയ്തു, പടച്ചവനെ നീ മാപ്പാക്കണം, ചിലപ്പോ അള്ള പുറത്തു കൊടുത്തേക്കാം. പക്ഷെ ഇവ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് യാ ഫുലാൻ, ഓ സഹോദര, ഓ അളിയ, നമ്മുടെ ഭാഷയിൽ അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ 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 ഒക്കെ ചെയ്തു അളിയാ. വഖദ് സതറഹുല്ലാഹു അലൈഹി, അല്ലാഹു അത് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. സുമ്മ യുസ്ബിഹു, നേരം വെളുത്തപ്പോൾ ഇവനെതിരെ പരസ്യപ്പെടുത്തി, അല്ലാഹുവും ഇവനെ നിന്ദ്യനാക്കി. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. നമ്മുടെ നാട്ടിലുള്ള സ്വഭാവമാണ്, കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഫോൺ വിളിയാ, അളിയ എങ്ങനെ ഉണ്ടായിരുന്നു, ഇവളെയും വിളിച്ചു ചോദിക്കും, എടിയേ കൂട്ടുകാരി, എടോ എന്താടാ, ആണിനെ ഇപ്പം മുതക്കറായിട്ടാ പെണ്ണിനെ ഇപ്പം മുതക്കറായിട്ട് വിളിക്കുക, എടാ എടാന്നാ പെണ്ണിനെയും വിളിക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിക്കും, മണിയറ രഹസ്യം പങ്കുവെക്കുക, മണിയറ രഹസ്യം പങ്കുവെക്കുക, രഹസ്യങ്ങൾ വിളിച്ചു പറയുക. നാണം കെട്ട വർഗം,
നാണം കെട്ടവർ, ഓ അളിയ ഇന്നലെ ഭയങ്കരമായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ നബി തങ്ങൾ പറഞ്ഞു തരിക. അവനെ കുറിച്ച് എന്താ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ റജുലുൻ യുഫ്ളി ഇലാ ഇംറഅത്തിൻ വതുഫ്ളി ഇലൈഹി സുമ്മ യൻശുറു സിർറഹാ. നാളെ മനുഷ്യരുടെ തിരുമുറ്റത്ത് ഏറ്റവും നികൃഷ്ടമായവനും നിന്ദ്യനായവനും ഏറ്റവും മോശമായ അവസ്ഥയിൽ പീഡിപ്പിക്കപ്പെടേണ്ടവനും വേദനാജനകമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവനും ആരാണെന്നറിയുമോ? റജുലുൻ ഒരു പുരുഷനാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ്. ആണും പെണ്ണും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ മണിയറ രഹസ്യം അങ്ങാടിയിൽ പോയി പരസ്യപ്പെടുത്തിയവൻ, അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരോടോ കൂട്ടുകാരികളോടോ പരസ്യപ്പെടുത്തിയവർ, ഇവരായിരിക്കും നാളെ ആഖിറത്തിൽ ഏറ്റവും നിന്ദ്യമായ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരെന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് താക്കീത് നൽകിയിരിക്കുകയാ. പറയാവോ രഹസ്യങ്ങള്? പാവം ചെയ്ത പാവം, അല്ലെങ്കിൽ ചെയ്തു പോയത്, ഭർത്താവ് ചെയ്താകട്ടെ ഭാര്യ ചെയ്താകട്ടെ, ഇതൊന്നും പറയരുത്. നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഒരു ഇതുമില്ല, കൂസലും ഇല്ല, ചുമ്മാ പോയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു രസവാ, തമാശയായിരിക്കും, കൂട്ടുകാരായിരിക്കും, കൂട്ടുകാരികളായിരിക്കും. എത്ര കൂട്ടുകാരനാണെങ്കിലും എത്ര കൂട്ടുകാരികളാണെങ്കിലും നമ്മൾ നമ്മുടെ ഭാര്യയായിട്ട് ചെയ്തതും അവിടെ സംഭവിച്ചതും അവിടെ നടന്നതും ഇതൊന്നും നമ്മൾ പറയാൻ നിൽക്കണ്ട. പറഞ്ഞു പോയാൽ അള്ളാഹ് നമ്മളെ നിന്ദിച്ചു കളയും. നഊദു ബില്ലാഹ്. അള്ളാഹ് കാക്കട്ടെ. അപ്പൊ രഹസ്യമായി തൗബ ചെയ്യണം, പരസ്യമായി തൗബ ചെയ്യണം. അള്ളാഹു തൗബ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പക്ഷെ എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? ഇപ്പൊ തൗബ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. മൊത്തത്തിൽ ഇപ്പൊ തൗബ ചെയ്യണം, അല്ല രക്ഷയില്ല എന്നിപ്പോ മനസ്സിലായി. തൗബ ചെയ്യണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ 3 നിബന്ധന, മനുഷ്യരുമായി ബന്ധപ്പെട്ട പാപമാണെങ്കിൽ 4 നിബന്ധന. വലിയ വിഷയമാണ്, നാളെ മുതൽ ചർച്ച ചെയ്യാനുള്ളത്. വലിയ ഗൗരവമേറിയ വിഷയമാണ്. വന്നിരുന്ന് കേട്ട് പഠിക്കുക. അതുകൊണ്ട് പഠിച്ച് അമൽ ചെയ്യുക, മനസ്സിലാക്കുക. അതുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇന്ന് ഇത്തിരി നേരത്തെ ഇവിടെ ഞാനും ഒരു ക്ഷീണിതനാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم.